ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മളെ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്റർ, ഇത് ഒരു തിയറി ബേസ്ഡ് ചാപ്റ്ററാണ്. അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളാണ്. അപ്പോൾ അതിലെ നോട്ട് നിങ്ങളോട് മുന്നേ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ നോക്കുക, ഇതിൽ നമ്മൾ പഠിക്കാനുള്ളത് ഒന്ന് ടെമ്പറേച്ചർ ആൻഡ് ഹീറ്റ് എന്ന് പറഞ്ഞ കാര്യങ്ങളാണ്. ടെമ്പറേച്ചർ എന്താണെന്നുള്ളത് അത് നോക്കിക്കോളൂ. ടെമ്പറേച്ചർ ഈസ് എ റിലേറ്റീവ് മെഷർ ഓർ ഇൻഡിക്കേഷൻ ഓഫ് ഹോട്ട്നെസ് ഓർ കോൾഡ്നെസ്. അതായത് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ചൂടിനെയോ തണുപ്പിനെയോ റെപ്രസെൻ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മെഷർ ചെയ്യുന്ന ഒരു ടേമാണ്. നമുക്കറിയാം, ടെമ്പറേച്ചർ കുറവാണെങ്കിൽ നമ്മൾ എന്ത് പറയും? തണുപ്പാണ് എന്ന് പറയും. അതേ സ്ഥാനത്ത് ടെമ്പറേച്ചർ കൂടുതലാണെങ്കിലാണ് നമ്മൾ എന്ത് പറയുക? അവിടെ ചൂടുണ്ട് എന്നാണ് പറയുക. അതാണ് പറഞ്ഞത്, ചൂടിനെയും കോൾഡിനെയും തണുപ്പിനെയും മെഷർ ചെയ്യാനുള്ള ഒരു സംഭവമാണ് ആര്? ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ആൻ ഒബ്ജക്റ്റ് ദാറ്റ് ഹാസ് എ ഹയർ ടെമ്പറേച്ചർ ദാൻ അനദർ ഒബ്ജക്റ്റ് ഈസ് സെഡ് ടു ബി ഹോട്ടർ. ഇതൊരു കമ്പാരിറ്റീവ് ടേമും കൂടി കേട്ടോ. ഈ കൂടുതൽ കുറയുമെന്ന് പറയുമ്പോൾ എന്തിനേക്കാൾ കൂടുതൽ, എന്തിനേക്കാൾ കുറവ് എന്ന് നമ്മൾ പറയണമല്ലോ. അതാണ് കമ്പാരിറ്റീവ് ടേമാണ്. അപ്പോൾ ഒരു ബോഡി മറ്റൊരു ബോഡിയേക്കാൾ ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് പറയും? അതിന് ഹോട്ടറാണ്, അത് ചൂടുള്ള സാധനമാണ് എന്ന് പറയും. വെൻ ദ ടെമ്പറേച്ചർ ഈസ് ലെസ് ദാൻ ദ അതർ ബോഡി, വേറൊരു ബോഡിയേക്കാൾ ടെമ്പറേച്ചർ കുറവാണെങ്കിൽ നമ്മൾ എന്ത് പറയും? അത് തണുപ്പുള്ള ബോഡിയാണ് എന്നാണ് പറയാം. ഓക്കെ. SI യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ, ടെമ്പറേച്ചറിൻ്റെ SI യൂണിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടെമ്പറേച്ചറിൻ്റെ SI യൂണിറ്റ് ഏതാണ്? കെൽവിനാണ്. അത് എപ്പോഴും മാറിപ്പോകുന്നൊരു സംഭവമാണ്. കാരണം ടെമ്പറേച്ചർ നമ്മൾ പറയുമ്പോൾ സാധാരണ ഏത് യൂണിറ്റ് നമ്മൾ പറയാം? ഡിഗ്രി സെൽഷ്യസ് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന സാധനമാണ്. അപ്പോൾ ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് കോമൺലി യൂസ്ഡ് ആണ്. ബട്ട് SI യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ ഏതാണ്? കെൽവിനാണ് കേട്ടോ. കെമിസ്ട്രിയിലൊക്കെ നിങ്ങൾ കെൽവിന് കുറേ ഉപയോഗിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഡിഗ്രി, പിന്നെ അത് കൂടാണ്ട് SI യൂണിറ്റ് അല്ലാണ്ട് വേറെ ഏതൊക്കെ യൂണിറ്റുകളുണ്ട്? ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്, ഡിഗ്രി ഫാരൻഹീറ്റ് ഉണ്ട്, അതർ കോമൺലി യൂസ്ഡ് യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ അതാണ് ടെമ്പറേച്ചറിനെ കുറിച്ച് ബേസിക്കായിട്ട് നമ്മൾ അറിയാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമതാണ് ഹീറ്റ്. ഇറ്റ് ഈസ് ദ ഫോം ഓഫ് എനർജി. അതൊരു എനർജി ഫോമാണ്. ചൂടെന്ന് പറയുന്നത്, ഹീറ്റ് എന്ന് പറയുന്നത് ഫോം ഓഫ് എനർജി ട്രാൻസ്ഫേർഡ് ബിറ്റ്വീൻ ടു സിസ്റ്റംസ്. ഇത് എന്ത് ചെയ്യും? ഒരു ഫോം ഓഫ് എനർജിയാണ്. ഈ എനർജി എന്ത് ചെയ്യും? ഒരു സിസ്റ്റത്തിൽ നിന്നും മറ്റൊരു സിസ്റ്റത്തിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യും. ഒരു സിസ്റ്റത്തിൽ നിന്നും മറ്റൊരു സിസ്റ്റത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ അർത്ഥമാക്കുന്നത്, ഇപ്പോൾ എൻ്റെ കയ്യിൽ എന്തുണ്ട്? നല്ല ചൂടുള്ള എന്തുണ്ടെന്ന് വിചാരിക്കുക. ഒരു ഇരുമ്പിൻ്റെ സാധനം നല്ലോണം പഴുപ്പിച്ച് ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്തു? അതൊരു സിസ്റ്റമാണ്, ഇരുമ്പിൻ്റെ ഒരു സിസ്റ്റമാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതെന്ത് ചെയ്തു? ഞാനൊരു തണുത്ത വെള്ളത്തിലേക്ക് അങ്ങോട്ട് മുക്കി, അല്ലെങ്കിൽ സാധാരണ പച്ചവെള്ളത്തിലേക്ക് മുക്കി. എന്താ സംഭവിക്കുക? ഈ ഇരുമ്പുമുള്ള ചൂട് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും? ഹീറ്റ് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും? ആ വെള്ളത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും അല്ലേ? ഒരു സിസ്റ്റത്തിൽ നിന്നും മറ്റൊരു സിസ്റ്റത്തിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്ത് പോയി. അല്ലെങ്കിലോ ആ ഇരുമ്പിൻ്റെ ആ സാധനം ഞാൻ അപ്പോൾ ഒന്നാമത് പറഞ്ഞത് അതാണ്, ഹീറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി ട്രാൻസ്ഫേർഡ് ബിറ്റ്വീൻ ടു സിസ്റ്റംസ്. രണ്ട് സിസ്റ്റത്തിൻ്റെ ഇടയിൽ ട്രാൻസ്ഫറിങ് നടന്നു. രണ്ടാമത്തെ കാര്യം പറയുകയാണ്, രണ്ടാമത് എ സിസ്റ്റം ആൻഡ് ഇറ്റ്സ് സറൗണ്ടിങ് ബൈ വിച്ച് ഓഫ് ടെമ്പറേച്ചർ ഡിഫറൻസ്. രണ്ടാമത് ഇതേ ഇരുമ്പ് ചൂടാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്തു? പുറത്ത് വെച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അതെന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി തണുക്കുന്നുണ്ട്. എങ്ങനെയാണ് തണുക്കുന്നതെന്ന് അറിയോ? ഈ ഹീറ്റ് എനർജി, ആ ഇരുമ്പുള്ള ഹീറ്റ് എനർജി എന്ത് ചെയ്യാണ്? ട്രാൻസ്ഫറിങ് ടു സറൗണ്ടിലുള്ള എയറിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യാണ്. അങ്ങനെയാണ് അത് തണുപ്പിലേക്ക് മാറുന്നത്. അപ്പോൾ ഹീറ്റ് എനർജി പുറത്ത് പോകുമ്പോൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് അതിനനുസരിച്ച് അത് തണുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഹീറ്റ് എന്ന് പറയുന്നത് ഒരു ഫോം ഓഫ് എനർജിയാണ്. ഇറ്റ് ട്രാൻസ്ഫേർഡ് ബിറ്റ്വീൻ ടു സിസ്റ്റംസ് ഓർ എ സിസ്റ്റം ആൻഡ് ഇറ്റ്സ് സറൗണ്ടിങ് ബൈ വിച്ച് ഓഫ് ടെമ്പറേച്ചർ ഡിഫറൻസ്. ഇതിനെയാണ് ഹീറ്റ് എന്ന് പറയാം. തൊട്ട് താഴെ പറയുന്നത്, വെൻ ദ ടെമ്പറേച്ചർ ഓഫ് എ ബോഡി ആൻഡ് ഇറ്റ്സ് സറൗണ്ടിങ് മീഡിയം ആർ ഡിഫറെൻറ്റ്. ഈ ട്രാൻസ്ഫർ നടക്കണമെങ്കിലുള്ള കണ്ടീഷനാണ് എന്താ കണ്ടീഷൻ? രണ്ടിനും ഒരേ ടെമ്പറേച്ചർ ആണെങ്കിൽ ഇത് എവിടെ നിന്ന് എങ്ങോട്ടാ പോകുകയെന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. പോവില്ല, അവിടെ നിൽക്കുകയാണ് ചെയ്യുക. പക്ഷേ എന്ത് ചെയ്യണം? ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ മൂവ്മെൻറ്റ് നടക്കുകയുള്ളൂ. ഹീറ്റ് ട്രാൻസ്ഫർ ടേക്ക് പ്ലേസ് ബിറ്റ്വീൻ ദ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ് മീഡിയം അൻറ്റിൽ ദ ബോഡി ആൻഡ് സറൗണ്ടിങ് മീഡിയം ആർ ദ സെയിം ടെമ്പറേച്ചർ. അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഹീറ്റ് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടേയിരിക്കും. ഏതുവരെ ട്രാൻസ്ഫർ ചെയ്യും? നമ്മുടെ ചുറ്റുപാടുള്ള സറൗണ്ടിങ്ങും ഈ ബോഡിയുടെ ടെമ്പറേച്ചറും സെയിം ആകുന്നത് വരെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും എന്നുള്ളതാണ്.
ഇനി ഹീറ്റ് എനർജി എന്നല്ലേ നമ്മൾ പറഞ്ഞേ, എനർജി യൂണിറ്റ് നമ്മൾ മുന്നേ തന്നെ പഠിച്ചിട്ടുണ്ട്, ഏതാണ്? ജൂളാണ്. അതിന് ഏത് എനർജി ആണെങ്കിലും ഏത് തന്നെയാണ്? ജൂൾ തന്നെയാണ് യൂണിറ്റ്. SI യൂണിറ്റ് ഓഫ് ഹീറ്റ് എനർജി ഈസ് ജൂൾ. ഓക്കെ. ഇനി ടെമ്പറേച്ചർ എങ്ങനെ മെഷർ ചെയ്യാം എന്നതിനെ കുറിച്ചാണ് മെഷർമെൻറ്റ് ഓഫ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കേട്ടോ, ഹീറ്റ് അല്ല, ടെമ്പറേച്ചർ. എ മെഷർ ഓഫ് ടെമ്പറേച്ചർ ഈസ് ഒബ്റ്റെയിൻഡ് യൂസിങ് എ തെർമോമീറ്റർ. തെർമോമീറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ടെമ്പറേച്ചറിനെ മെഷർ ചെയ്യുക. വേരിയേഷൻ ഓഫ് ദ വാല്യൂ ഓഫ് എ ലിക്വിഡ് വിത്ത് ടെമ്പറേച്ചർ ഈസ് യൂസ്ഡ് ഓൺ ദ ബേസ് ആസ് ദ ബേസിസ് ഫോർ constructing thermometer. Mercury and alcohol are the liquid used in most liquid in glass thermometer. തെർമോമീറ്റർ അവിടെ പറഞ്ഞത്രേ ഉള്ളൂ. തെർമോമീറ്റർ നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ സാധാരണ ഉള്ളിലൊരു ലിക്വിഡ് ഉണ്ടാകും. ആ ലിക്വിഡ് മെർക്കുറിയോ അല്ലെങ്കിൽ ആൽക്കഹോൾ ആയിരിക്കും. നമ്മൾ സാധാരണ ലാബിലൊക്കെ ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നത് മെർക്കുറി തെർമോമീറ്ററാണ് ഉപയോഗിക്കുക കേട്ടോ. ഓക്കെ. അടുത്തത് കമ്പാരിസൺ ദ കെൽവിൻ, സെൽഷ്യസ് ആൻഡ് ഫാരൻഹീറ്റ് ടെമ്പറേച്ചർ സ്കെയിൽസ്. നമ്മൾ ഈ 3 സ്കെയിലുകളെ ടെമ്പറേച്ചറിനെ ഒന്ന് കമ്പയർ ചെയ്യാണ്. ആ ഗ്രാഫ് ഒന്ന് നോക്കുക. ഗ്രാഫ് നോക്കുമ്പോൾ സ്റ്റീം പോയിൻ്റ് ഉണ്ട്. സ്റ്റീം പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയും. അതായത് വെള്ളം തിളക്കുന്ന ടെമ്പറേച്ചർ എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. വെള്ളം തിളക്കൽ എത്ര ഡിഗ്രിയിലാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒറ്റയടിക്ക് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസിലാണ് എന്ന് പറയും. ഡിഗ്രി സെൽഷ്യസിലുള്ളത് കിട്ടി. എന്നാൽ വെള്ളം തിളക്കൽ എത്ര കെൽവിനിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്ര പറയാം? നോക്കി, നിങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട് 100 ഡിഗ്രി സെൽഷ്യസിന് ഈക്വലായ കെൽവിൻ. ഒരു സാധനം 100 ഡിഗ്രി സെൽഷ്യസിലാണ് എന്ന് പറയുന്നതും 373.15 കെൽവിനിലാണ് എന്ന് പറയുന്നതും തുല്യമാണ്. അതായത് 100 ഡിഗ്രി സെൽഷ്യസ് തന്നെയാണ് എന്ത് 373.15 കെൽവിൻ എന്ന് പറയുന്നത്. രണ്ടും ഒരേ ചൂടിനെ തന്നെയാണ്. അതുതന്നെയാണ് ഫാരൻഹീറ്റിലാക്കുമ്പോൾ എങ്ങനെ മാറും? 212 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് നമുക്ക് പറയാം. ഇതുപോലെയെന്ന് ചോദിച്ചാൽ വേറെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇതുപോലെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു സാധനത്തിൻ്റെ നീളം അളന്നു. ഒരു സാധനത്തിൻ്റെ നീളം ഞാൻ അളന്നപ്പോൾ അത് ഉള്ളത് അതിൻ്റെ നീളം ലെങ്ത്ത് എന്ന് പറയുന്നത് 1 മീറ്ററാണ് എന്ന് വിചാരിക്കാം. 1 മീറ്ററാണ്. 1 മീറ്റർ എന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. അതല്ലെങ്കിൽ 100 സെൻറ്റിമീറ്റർ അല്ലേ 1 മീറ്റർ. അപ്പോൾ എനിക്ക് എന്ത് പറയാം? അത് 100 സെൻറ്റിമീറ്റർ ഉണ്ട് എന്ന് പറയാം, അല്ലെങ്കിൽ 1 മീറ്റർ ഉണ്ട് എന്ന് പറയാം. രണ്ടും പറയാമല്ലോ. എന്ന പോലെയാണ് 100 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളതിന് എനിക്ക് വേണമെങ്കിൽ എന്ത് പറയാം? 373.15 കെൽവിൻ ഉണ്ട് എന്ന് പറയാം. അതല്ലെങ്കിൽ എന്ത് പറയാം? 212 ഡിഗ്രി ഫാരൻഹീറ്റ് ഉണ്ട് എന്ന് പറയാം. ഓക്കെ. അതാണ് രണ്ടാമത്തത്. ഐസ് പോയിൻ്റ് ആണ്. ഐസ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസാകുന്ന ഇത് വാട്ടർ എപ്പോഴാണ് എത്ര ഡിഗ്രിയിലാണ് ഐസ് ആവുക? 0 ഡിഗ്രി സെൽഷ്യസിൽ. അപ്പോൾ അത് എത്ര കെൽവിനായിരിക്കും? 273.15 കെൽവിനാണ്. അതായത് ഫാരൻഹീറ്റിലേക്ക് മാറ്റുമ്പോൾ 32 ഡിഗ്രി ഫാരൻഹീറ്റാണ്. ഇനി അബ്സല്യൂട്ട് സീറോ. അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും ടെമ്പറേച്ചറിന് ഒരു ടേം പറയുന്നത് ഇങ്ങനെയാണ്. ടെമ്പറേച്ചർ കെൽവിൻ സ്കെയിലിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അതിൻ്റെ ഓരോ മോളിക്യൂൾസ് ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. നമുക്ക് പഠിച്ചിട്ടുണ്ടല്ലോ, സോളിഡ് സ്റ്റേറ്റിലുള്ള മോളിക്യൂൾസുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കണ്ടിന്യൂസ്ലി ഇങ്ങനെ വൈബ്രേറ്റിംഗ് ആണ് അല്ലേ. വൈബ്രേറ്റിംഗ് ആകുമ്പോൾ അതിന് എന്തുണ്ടാകും? കൈനറ്റിക് എനർജി ഉണ്ടാകും. ആ കൈനറ്റിക് എനർജി 0 ആകുന്ന സമയത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അബ്സല്യൂട്ട് സീറോ എന്ന് വിളിക്കുക. അതായത് കെൽവിൻ സ്കെയിൽ മൊത്തം ഈ കൈനറ്റിക് എനർജീനെ ബേസ് ചെയ്തുകൊണ്ടാട്ടോ. അപ്പോൾ ആണ് കൈനറ്റിക് എനർജി, എല്ലാ മോളിക്യൂൾസിൻ്റെയും കൈനറ്റിക് എനർജി 0 ആകുന്ന സമയത്തുള്ള ടെമ്പറേച്ചറിനെയാണ് 0 കെൽവിൻ എന്ന് പറയുക, അബ്സല്യൂട്ട് സീറോ എന്ന് പറയാം. ഈ അബ്സല്യൂട്ട് സീറോൻ്റെ സമയത്ത് ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റുമ്പോൾ അത് -223.15 273.15 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. മൈനസ് ആണ് കേട്ടോ, നെഗറ്റീവാണ്, മറക്കരുത്. ഇനി അത് ഫാരൻഹീറ്റിലേക്ക് മാറ്റിക്കഴിഞ്ഞാലോ -459.69 ഫാരൻഹീറ്റ് ആയിരിക്കും ഉണ്ടാവുക. ഈ വാല്യൂസൊക്കെ ഒന്ന് കാണാതെ പഠിക്കണം കേട്ടോ. എവിടേക്കാണ്? അബ്സല്യൂട്ട് സീറോയിൽ 0 കെൽവിൻ ആയിരിക്കും. പക്ഷേ എന്താണ്? ഡിഗ്രി സെൽഷ്യസിലാകുമ്പോൾ -273.15 കെൽവിൻ ഡിഗ്രി സെൽഷ്യസ് ആണ്. പിന്നെ ഫാരൻഹീറ്റിലേക്ക് മാറ്റുമ്പോൾ -459.69 ഫാരൻഹീറ്റ് ആണ് കേട്ടോ. ഇനി ഇവിടെ നോക്ക്, 1 ഫാരൻഹീറ്റ് സ്കെയിൽ ദർ ആർ 180 ഈക്വൽ ഇൻ്റർവൽ ബിറ്റ്വീൻ ദ ഐസ് ആൻഡ് സ്റ്റീം പോയിൻറ്റ്. അതായത് നോക്കി നിങ്ങൾ, ഐസാകുന്നത് 32 ഡിഗ്രി ഫാരൻഹീറ്റിലാണ്, വെള്ളം തിളക്കുന്നതോ 212 ഡിഗ്രി ഫാരൻഹീറ്റിലാണ്. അതിൻ്റെ ഇടയിൽ എത്ര സംഖ്യകൾ വരുന്നുണ്ട്? 180 ഈക്വൽ ഇൻ്റർവെൽസ് വരുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇനി സെൽഷ്യസ് സ്കെയിലിൽ നോക്കുക. സെൽഷ്യസ് സ്കെയിലിൽ ഐസാവുന്നത് 100 ഡിഗ്രി സെൽഷ്യസിൽ, വെള്ളം തിളക്കുന്നത്
ബോയിലിംഗ് പോയിൻറ്റ് ഐസ് ആകുന്നത് 0 ഡിഗ്രി സെൽഷ്യസിൽ, വെള്ളം തിളക്കുന്നത് 100 ഡിഗ്രി സെൽഷ്യസിൽ. അതിൻ്റെ ഇടയിൽ എത്ര പോയിന്റ് വരുന്നുണ്ട്? 100. ഇനി കെൽവിൻ സ്കെയിലോ 273.15 അതെന്ത് ചെയ്യുന്നത്? ഐസ് ആകുന്നത്, വാട്ടർ ബോയിൽ ആകുന്നത് അല്ലെങ്കിൽ തിളക്കുന്നത് എത്രയിലാണ്? 373.15 കെൽവിനിലാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എത്ര പോയിന്റ്? 100 ഡിഗ്രി, 100 ഈക്വൽ ഇൻ്റർവെൽസ് ആണുള്ളത്. അതാണ് ആ 2 പോയിന്റ്സുകളായിട്ട് പറയുന്നത്. ഓക്കെ. ഇനിയിവിടെ ഫാരൻഹീറ്റും സെൽഷ്യസ് സ്കെയിലും തമ്മിലുള്ള ഒരു വരച്ചിട്ടുണ്ട്? ഗ്രാഫ് വരച്ചിട്ടുണ്ടോ? നോക്കിയോളൂ. രണ്ടും ഒരേപോലെ കൂടി പോകുന്നത് അല്ലേ? ഒരു ഗ്രാഫ് ഒന്ന് കണ്ടില്ല? ഒന്നിൽ 180 ഇൻ്റർവെൽസ് ഉണ്ടാകുമ്പോൾ ഫാരൻഹീറ്റിൽ 180 വരുന്നുണ്ട്. ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ എത്രയേ വരുന്നുള്ളൂ? 100 വരുന്നുള്ളൂ എന്നുള്ളത് ഓർത്ത് വെക്കുക കേട്ടോ. ടെമ്പറേച്ചറിനെ ഫാരൻഹീറ്റ് സ്കെയിലിൽ നിന്നും സെൽഷ്യസിലേക്ക് മാറ്റാനുള്ള ഒരു ഇക്വേഷനാണ് TF എന്ന് പറഞ്ഞാൽ. എന്ത് ചെയ്യുക? TF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാരൻഹീറ്റിലെ സ്കെയിൽ -32/180 TC/100 എന്നുള്ളത്. ടെമ്പറേച്ചർ ഓൺ കെൽവിൻ സെൽഷ്യസ് സ്കെയിൽ ആർ റിലേറ്റഡ് ടു കെൽവിൻ സെൽഷ്യസ്. ഇത് ആ ഇക്വേഷനിൽ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഏതാ തരുന്നത്? ഇപ്പോൾ ഡിഗ്രി സെൽഷ്യസ് തരാണെങ്കിൽ TCൻ്റെ അവിടെ ആ ഡിഗ്രി നിങ്ങൾക്ക് തന്ന വാല്യൂ കൊടുക്കുക, എന്നിട്ട് അതിൽ നിന്നും TF സോൾവ് ചെയ്യാം. ഇനി ഫാരൻഹീറ്റ് സ്കെയിലാണ് തരുന്നതെന്നുണ്ടെങ്കിൽ TFൻ്റെ അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക? തന്ന ഫാരൻഹീറ്റ് കൊടുക്കുക, എന്നിട്ട് TC സോൾവ് ചെയ്യുക. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുക? ഫാരൻഹീറ്റിനെ ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റാനും ഡിഗ്രി സെൽഷ്യസിനെ ഫാരൻഹീറ്റിലേക്ക് മാറ്റാനും ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് കേട്ടോ. അതുപോലെ തന്നെ കെൽവിനിലുള്ള ടെമ്പറേച്ചറിനെ ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റാനും ഡിഗ്രി സെൽഷ്യസിലുള്ളതിനെ കെൽവിനിലേക്ക് മാറ്റാനും വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, ഡിഗ്രി സെൽഷ്യസിലുള്ളത് കെൽവിനിലേക്ക് മാറ്റാൻ 273.15 കൂട്ടിയാൽ മതി. തിരിച്ചാണെങ്കിൽ ഫാരൻഹീറ്റിലുള്ളത് ഡിഗ്രി സെൽഷ്യസിലുള്ളത് കെൽവിനുള്ളത് ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റുകയാണെങ്കിൽ എന്ത് ചെയ്യുക? -273.15. അത് ആ ഇക്വേഷൻ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതേ ഉള്ളൂ കേട്ടോ. ഓക്കെ. നെക്സ്റ്റ്, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ആൻഡ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഇതൊക്കെ നിങ്ങൾ കെമിസ്ട്രിയിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ടാകും. ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്താണ്. ബോയിൽസ് എന്താണെന്നുള്ളത് ഡീറ്റെയിൽഡായിട്ട് ഞാൻ പറയുന്നില്ല, പറയേണ്ട ആവശ്യമില്ല, നമ്മൾ പഠിച്ചതാണ്. കെമിസ്ട്രിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ബോയിൽസ് ലോ എന്താണ്? അറ്റ് എ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ പ്രഷർ ഓഫ് എ ക്വാണ്ടിറ്റി ഓഫ് എ ഗ്യാസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം. പ്രഷറും വോളിയം തമ്മിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. എന്ന് വെച്ചാൽ PV ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കോൺസ്റ്റൻ്റ് ആണ് കിട്ടുക എന്നുള്ളതാണ് ബോയിൽസ് ലോയിൽ പറയുന്നത്. നെക്സ്റ്റ്, ചാൾസ് ലോ. അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ, അവിടെ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആയിരുന്നു, ഇവിടെ എന്താണ്? കോൺസ്റ്റൻറ്റ് പ്രഷർ. ദ വോളിയം ഓഫ് എ ക്വാണ്ടിറ്റി ഓഫ് ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. വോളിയവും ടെമ്പറേച്ചറും തമ്മിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് V/T ചെയ്ത് കഴിഞ്ഞാൽ ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ്, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഇതൊക്കെ നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ചതാട്ടോ. ലോ ഡെൻസിറ്റി ഗ്യാസസ് ഒബേ ബോയിൽസ് ലോ ആൻഡ് ചാൾസ് ലോ. ഈ ബോയിൽസ് ലോയും ലോ ഡെൻസിറ്റി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എല്ലാ ഗ്യാസുകളും എന്ത് ചെയ്യൂല? ഐഡിയൽ ഗ്യാസ് ഇക്വേഷന് ഒബേ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ആരെയും ഒബേ ചെയ്യുന്നില്ല. ബോയിൽസ് ലോയും ചാൾസ് ലോ ഒന്നും ഒബേ ചെയ്യുന്നില്ല. ആരെ മാത്രമേ ഒബേ ചെയ്യുള്ളൂ? ലോ ഡെൻസിറ്റി ഗ്യാസസ് ഒബേ ബോയിൽസ് ലോ ആൻഡ് ചാൾസ് ലോ വിച്ച് മേ ബി കമ്പൈൻഡ് ഇൻ ടു എ സിംഗിൾ റിലേഷൻഷിപ്പ്. അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട്, ഈ ബോയിൽസ് ലോയും ചാൾസ് ലോയും കൂടി കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് എന്ത് പറയാം? ഇവിടെ പറഞ്ഞത് എന്താ? PV കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞു, V/T കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞു അല്ലേ? രണ്ടും കൂടി ഒരുമിച്ച് PV/T is equal to a constant എന്നുള്ളത് നമുക്ക് കിട്ടും. ഫോർ എ ക്വാണ്ടിറ്റി ഓഫ് എനി ഡൈല്യൂട്ട് ഗ്യാസ് ദ ലോ ക്യാൻ ബി ജനറലൈസ്ഡ് ആസ്. ആ കോൺസ്റ്റൻറ്റിന് പിന്നീട് ഒരു വാല്യൂ കണ്ടെത്തി, അതാണ് μR എന്ന് പറയുന്നത്. μR എന്ന് പറയുന്നിടത്ത് നിങ്ങൾക്ക് തോന്നുന്നു ചിലപ്പോൾ NR എന്ന് പഠിച്ചിട്ടുണ്ടാവും അല്ലേ? NR എന്നുള്ളത് N ഈസ് ദ നമ്പർ ഓഫ് മോൾസ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക. ഇവിടെ നമ്മൾ എന്നാണ് കൊടുത്തത്. ഈസ് ദ നമ്പർ ഓഫ് മോൾസ് ഇൻ ദ സാമ്പിൾ ഓഫ് ഗ്യാസ്. ആ ഗ്യാസിലുള്ള നമ്പർ ഓഫ് മോൾസ് ആണ് എന്ന് പറയുന്നത്. R ഈസ് കോൾഡ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്. ആര്? R എന്ന് പറയുന്നത്. ആറിൻ്റെ വാല്യൂ ഫിക്സ്ഡ് ആണ്, 8.31 ജൂൾ പെർ മോൾ കെൽവിൻ ആണ്. അതായത് അങ്ങനെയാണെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആ ടിയെ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോയപ്പോൾ PV is equal to μRT എന്ന് കിട്ടി. ദിസ് ഈസ് കോൾഡ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ആണ്. അപ്പോൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ മറക്കണ്ട, PV is equal to μRT. ഒരു കാര്യം കേട്ടോ, നിങ്ങൾ NRT എന്ന് കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ പഠിച്ചാൽ മതി. നിങ്ങൾ പഠിക്കണ്ട, NRT എന്ന് തന്നെ പഠിച്ചാൽ മതി. അപ്പോൾ എന്താണോ നിങ്ങൾ പഠിച്ചിട്ടുള്ളത് അത് അതേപോലെ തന്നെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ. നെക്സ്റ്റ്, നമ്മൾ പ്രഷർ വേഴ്സ് ടെമ്പറേച്ചർ കർവ്. പ്രഷറും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷനാണ് ഓഫ് എ ലോ ഡെൻസിറ്റി ഗ്യാസ് കെപ്റ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം കോൺസ്റ്റൻ്റ് ആണെങ്കിൽ പ്രഷറും ടെമ്പറേച്ചറിനും എങ്ങനെയാണ് റിലേഷൻ ഉണ്ടാവുക? ഇത് ഐഡിയൽ ഗ്യാസ് ഇക്വേഷനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ടാണ് ലോ ഡെൻസിറ്റി ഗ്യാസ് എന്ന് പറയുന്നത് കേട്ടോ. ഫോർ ഐഡിയൽ ഗ്യാസ്
പി വി സി ഈക്വൽ ടു മ്യൂ ആർ ടി. ദ വോളിയം ഈസ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ, ആലോചിച്ച് നോക്കാം, വോളിയം കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അവിടെ ആരൊക്കെ കോൺസ്റ്റൻ്റ് ആയി? വോളിയം കോൺസ്റ്റൻ്റ് ആണ്, മ്യൂവും ആറും ഓൾറെഡി കോൺസ്റ്റൻ്റ് ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? പി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടി എന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് എങ്ങനെ വരും? ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു ചെരിഞ്ഞ വരയാണ് ഉണ്ടാവുക അല്ലേ. ദ മിനിമം ടെമ്പറേച്ചർ ഫോർ എൻ ഐഡിയൽ ഗ്യാസ് ഈസ് കോൾഡ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ഓർ 0 കെൽവിൻ. ദ ടെമ്പറേച്ചർ ഈസ് ഫൗണ്ട് ടു ബി, നമ്മൾ നേരത്തെ പറഞ്ഞു 0 കെൽവിൻ എന്താണെന്നുള്ളത് അല്ലേ. അപ്പോൾ അതാണ് പറയുന്നത്. ഇറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ എക്സ്പ്ലോറിംഗ് ദ സ്ട്രൈറ്റ് ലൈൻ ഓഫ് പ്രഷർ ടെമ്പറേച്ചർ അറ്റ് കോൺസ്റ്റൻറ്റ് വി ടു ദ ആക്സിസ്. ഈ പിന്നെ അത് മറ്റൊരു കാര്യം കൂടി പറയുന്നത്, 0 കെൽവിനൊന്നും നമുക്ക് പ്രാക്ടിക്കലായിട്ട് ഉണ്ടാക്കാൻ സാധ്യമല്ല. അതായത് -273 ° എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, അതൊന്നും നമ്മളെ കൊണ്ട് ഉണ്ടാക്കാൻ കഴിയുന്നതല്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ കിട്ടിയെന്ന് വെച്ചാൽ, ഗ്രാഫ് വരച്ചിട്ട് ഗ്രാഫ് ഒരു കുറേ തണുപ്പിച്ചിട്ടൊക്കെ വരക്കും. ഒരു -100 വരെയൊക്കെ ഒരു വരച്ചിട്ടുണ്ട് അല്ലേ. അതിന് താഴത്തേക്ക് നമ്മൾ ഈ ഗ്രാഫ് ബാക്കി നമ്മളെ ഒരു ഊഹോഭോഗം വെച്ചുകൊണ്ട് നമ്മളങ്ങോട്ട് പൂരിപ്പിച്ചതാണ്. അപ്പോൾ കൂട്ടിമുട്ടുന്നത് അളവുകളൊക്കെ കറക്റ്റായിട്ട് എടുക്കുമ്പോൾ കൂട്ടിമുട്ടുന്നത് -273.15 ° എന്ന് നമുക്ക് കിട്ടിയതാണ്. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചറിനെ കുറിച്ച് ബേസിക്കായിട്ട് നമ്മൾ പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി പുതിയൊരു ടോപ്പിക്കിലേക്ക് നമ്മൾ പോവുകയാണ് കേട്ടോ. തെർമൽ എക്സ്പാൻഷൻ. നോക്കുക, എക്സ്പാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? വലുതാവുക. എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ചൂടാക്കി കഴിഞ്ഞാൽ എന്ത് സാധനവും എന്ത് ചെയ്യും? കുറച്ചൊന്ന് വലുതാവും. നമ്മൾ സാധാരണ പൈപ്പുകളൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ അതൊരു ചെയ്യാറുണ്ട്. പൈപ്പ് ജോയിൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഏത് പൈപ്പിൻ്റെ ഉള്ളിലേക്കാണോ നമുക്ക് ഈ പൈപ്പ് കയറ്റി വെക്കാനുള്ളത്, ആ ഉള്ളിലേക്ക് കയറ്റാനുള്ള പൈപ്പ് എന്ത് ചെയ്യും? ഒന്ന് ചൂടാക്കും. ചൂടാക്കുമ്പോൾ എന്ത് ചെയ്യും? ആ ഭാഗം, വായുഭാഗം ഒന്ന് വലുതാവും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, അങ്ങനെ വലുതാവാറുണ്ട്. അപ്പോൾ എല്ലാ സംഭവങ്ങളും ഇത് തന്നെയാണ്, ഒന്ന് വലുതാവുന്നുണ്ട്. അതിനെക്കുറിച്ച് പറയുകയാണ് ചെയ്യുന്നത്. തെർമൽ എക്സ്പാൻഷൻ, ചൂടാക്കുമ്പോൾ വലുതാവുക. ദ ഇൻക്രീസ് ഇൻ ഡയമെൻഷൻസ് ഓഫ് എ ബോഡി ഡ്യൂ ടു ദ ഇൻക്രീസ് ഇൻ ഇറ്റ്സ് ടെമ്പറേച്ചർ ഈസ് കോൾഡ് തെർമൽ എക്സ്പാൻഷൻ. അത് വലുതാവുക എന്ന് പറയുമ്പോൾ 3 ടൈപ്പ് വലുതാവലുണ്ട്. ഒന്ന് ലീനിയർ എക്സ്പാൻഷൻ, രണ്ടാമത്തത് ഏരിയ എക്സ്പാൻഷൻ, മൂന്നാമത്തത് വോളിയം എക്സ്പാൻഷൻ. ഇങ്ങനെ 3 ടൈപ്പ് വലുതാവലുകളാണ് അവിടെ ഉള്ളത്. ലീനിയർ എക്സ്പാൻഷൻ ഉണ്ട്, ഏരിയൽ എക്സ്പാൻഷൻ ഉണ്ട്, വോളിയം എക്സ്പാൻഷൻ ഉണ്ട്. ലീനിയർ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ദ എക്സ്പാൻഷൻ ഇൻ ലെങ്ത് ഈസ് കോൾഡ് ലീനിയർ എക്സ്പാൻഷൻ. അവിടെ നോക്കി ചിത്രത്തിൽ ആദ്യത്തെ ചിത്രം, ആദ്യം ഒറിജിനൽ സാധനം ചൂടാക്കുന്നതിന് മുന്നേ എല്ലായിരുന്നു അതിൻ്റെ ലെങ്ത്ത്. ചൂടാക്കിയപ്പോൾ കുറച്ചുകൂടി ലെങ്ത്ത് കൂടി. ആ കൂടിയ ലെങ്ത്തിന് നമ്മൾ എന്ത് കൊടുത്തു? ഡെൽറ്റ എൽ എന്ന് കൊടുത്തു. ഇഫ് ദ സബ്സ്റ്റൻസ് ഈസ് ഇൻ ദ ഫോം ഓഫ് എ ലോങ് റോഡ്, ഒരു ലോങ് റോഡ് നീണ്ട സാധനമാണെങ്കിൽ ദ ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ലെങ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? ഫ്രാക്ഷണൽ ചേഞ്ച് എങ്ങനെയാണ്? കൂടിയ ലെങ്ത്തുമായിട്ട് ബന്ധപ്പെട്ട സാധനം എന്താണ്? ഡെൽറ്റ എൽ എന്ന് പറഞ്ഞാൽ കൂടിയ ലെങ്ത്ത് ഡിവൈഡഡ് ബൈ എൽ, ഒറിജിനൽ ലെങ്ത്ത്. ചേഞ്ച് ഇൻ ലെങ്ത്ത് ബൈ ഒറിജിനൽ ലെങ്ത്ത് ഈസ് പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ ടി എന്നാണ്. പ്രൊപ്പോർഷണലിൻ്റെ സൈന് മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് കൊടുത്തു? ഒരു കോൺസ്റ്റൻറ്റ് കൊടുത്തു. കോൺസ്റ്റൻറ്റിന് എന്ത് പേരും കൊടുത്തു? ആൽഫ എൽ എന്ന് കൊടുത്തു. ആൽഫ എല്ലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോയിഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. എല്ല് ചെറിയ എല്ലാണ് കേട്ടോ, ചെറുതാക്കിയിട്ട് താഴെട്ടാൽ മതി. ആൽഫ എല്ല് കണ്ടെത്താൻ ആ ഇക്വേഷനിൽ നിന്നും ഡെൽറ്റ ടീനെ പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആൽഫ എൽ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എൽ, ഡെൽറ്റ ഐ എന്നല്ല അത് വായിക്കേണ്ടത്, ഡെൽറ്റ എൽ ബൈ എൽ ഡെൽറ്റ ടി എന്ന് കിട്ടി. അപ്പോൾ ഇതാണ് എന്ത്? കോയിഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഇനി ആൻഡ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെറ്റീരിയൽ ഓഫ് ദ റോഡ്. ഇത് ഓരോ മെറ്റീരിയലിനും ഓരോ അളവിലാണ് ഉണ്ടാവുക. അതായത് പ്ലാസ്റ്റിക് ചൂടാക്കിയാലും ഇരുമ്പ് ചൂടാക്കിയാലും ഒരേപോലെയാണോ നീളം കൂടുക? അല്ല, രണ്ടിലും മാറ്റമുണ്ട്. അതാണ് കേട്ടോ. മെറ്റൽ എക്സ്പാൻഡ് മോർ ആൻഡ് ഹാവ് റിലേറ്റീവ്ലി ഹൈ വാല്യൂ ഓഫ് ആൽഫ എൽ. ആൽഫ എല്ലിൻ്റെ വാല്യൂ കൂടുതലാണെങ്കിൽ അത് കൂടുതൽ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടാവും. കോപ്പർ എക്സ്പാൻഡ് അബൌട്ട് 5 times more than the glass for the same rise in temperature. അപ്പോൾ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കോപ്പർ എന്ത് ചെയ്യാണ്? കോപ്പർ എക്സ്പാൻഡിങ് മോർ ദാൻ ആരെക്കാട്ടിലും കൂടുതലായിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്? ഗ്ലാസിനെക്കാളിലും കൂടുതലായിട്ട് കോപ്പർ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. കോപ്പർ എന്ത് ചെയ്യുന്നുണ്ട്? മോർ എക്സ്പാൻഡിങ് ദാൻ ഗ്ലാസിനേക്കാൾ കൂടുതലായിട്ട് ആര് എക്സ്പാൻഡ് ചെയ്യും? കോപ്പർ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ലീനിയർ എക്സ്പാൻഷനെ കുറിച്ച് പറയാം കേട്ടോ. നെക്സ്റ്റ് ഏരിയ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം.
ദ എക്സ്പാൻഷൻ ഇൻ ഏരിയ ഈസ് കോൾഡ് ഏരിയ എക്സ്പാൻഷൻ. അതായത് ആദ്യം ഉണ്ടായിരുന്നത് ഏരിയ ആണ്, നടുവിൽ കാണുന്ന എ എന്നുള്ളത്. ഒന്ന് ചൂടാക്കിയപ്പോൾ അതിൻ്റെ ഏരിയ കുറച്ച് കൂടി ഡെൽറ്റ എ എന്നുള്ളത് കൂടി. ഫ്രാക്ഷണൽ ചേഞ്ച് എന്ന് പറയുന്നത് ഡെൽറ്റ എ ബൈ എ ഇസ് പ്രപ്പോർഷണൽ ടു ഡെൽറ്റ ടി. ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ചാണല്ലോ ഉണ്ടാവുക. പ്രപ്പോർഷനിൽ മാറ്റാൻ വേണ്ടി കോൺസ്റ്റൻറ്റ് കൊടുത്തു, ആൽഫ എ എന്ന് കൊടുത്തു. ആൽഫ എ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എ ബൈ എ ഇൻറ്റു ഡെൽറ്റ ടി എന്ന് കിട്ടി. വേർ ഡെൽറ്റ ആൽഫ എ ഈസ് നോൺ ആസ് കോയിഫിഷ്യൻ്റ് ഓഫ് ഏരിയ എക്സ്പാൻഷൻ. എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. വോളിയം എക്സ്പാൻഷൻ അതുപോലെ തന്നെയാണ്. വോളിയം എക്സ്പാൻഷനും ഡെൽറ്റ വി ബൈ വി ഈ പ്രപ്പോർഷണൽ ടു ഡെൽറ്റ ടി അങ്ങനെ കൊടുത്തു. വോളിയം കോയിഫിഷ്യൻ്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ നമുക്ക് അവിടെ നിന്ന് കിട്ടി. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ. നോട്ട് കറക്റ്റായിട്ട് വായിക്കണം. ഏതെങ്കിലും ഭാഗത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുകയും ചെയ്യണം കേട്ടോ. ആൽക്കഹോള്, മെർക്കുറി, ദ വാല്യൂ ഓഫ് ആൽഫ വി ഫോർ ആൽക്കഹോൾ അല്ലെങ്കിൽ ഈതയിൽ ഈസ് മോർ ദാൻ ദ മെർക്കുറി ആൻഡ് ഇറ്റ്സ് എക്സ്പാൻഡ് മോർ ദാൻ ദ മെർക്കുറി ഫോർ ദ സെയിം ഇൻ റൈസ് ഇൻ ടെമ്പറേച്ചർ. അല്ലേ, മെർക്കുറിക്ക് കൂടുതൽ എക്സ്പാൻഷൻ ഉണ്ടാകും എന്നുള്ളതാണ് പറയുന്നത്. ഈ ആൽക്കഹോളിന് കൂടുതൽ എക്സ്പാൻഷൻ ഉണ്ടാകും എന്നുള്ളതാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഡെറിവേഷൻ ചോദിക്കുന്ന സാധനമാണ് റിലേഷൻ ബിറ്റ്വീൻ ആൽഫ എൽ ആൽഫ എ. അതായത് കോയിഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷനും കോയിഫിഷ്യൻ്റ് ഓഫ് ഏരിയ എക്സ്പാൻഷനും തമ്മിലുള്ള റിലേഷനും കോയിഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷനും കോയിഫിഷ്യൻ്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ തമ്മിലുള്ള റിലേഷൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ആദ്യം ലീനിയർ എക്സ്പാൻഷൻ നോക്കുക. ഏരിയ എക്സ്പാൻഷൻ്റെ ഇക്വേഷൻ എഴുതി വെച്ചു. ഇനി ഏരിയ എന്ന് പറയുന്നത് ഡെൽറ്റ എ എന്ന് പറയുന്നത് എന്താ? നിങ്ങൾ ആ ചിത്രത്തിൽ നോക്ക്. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡിലെ ഇവിടെ അല്ലേ, ഇത് 4 സൈഡുകളുണ്ട്. ആ ഓരോന്നിലും എൽ ഉണ്ടായിരുന്നു. 2 സൈഡിലേക്കും എന്ത് ചെയ്തു, കുറച്ച് ഡെൽറ്റ എൽ വീതം കൂടിയിട്ടുണ്ട് അല്ലേ. 2 സൈഡിലേക്കും കൂടിയിട്ടുണ്ട് എൽ അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു സൈഡിൻ്റെത് എൽ ഒറിജിനൽ ലെങ്ത്ത് പ്ലസ് ഡെൽറ്റ എൽ സ്ക്വയർ സ്ക്വയർ ഏരിയ കണ്ടതുകൊണ്ടാണ് സ്ക്വയർ എടുത്തിട്ടോ. മൈനസ് എൽ സ്ക്വയർ എന്ന ആദ്യത്തിൻ്റെ വോളിയം, എൽ പ്ലസ് ഡെൽറ്റ എൽ എന്ന് പറയുന്നത് പുതിയ ലെങ്ത്ത്. അപ്പോൾ രണ്ടിൻ്റെയും കൂടി സ്ക്വയർ കണ്ടു കഴിഞ്ഞാൽ ഏരിയ കണ്ടു, ആ 2 ഏരിയയും കൂടി മൈനസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ മൈനസ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക 2L ഡെൽറ്റ എൽ എന്ന് കിട്ടും. അതെങ്ങനെ കിട്ടി? പല ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഡൗട്ടാണ്. എന്താ ചെയ്തെന്നറിയോ? എൽ പ്ലസ് ഡെൽറ്റ എൽ ഹോൾ സ്ക്വയർ അല്ലേ, അതിനെ എക്സ്പാൻഡ് ചെയ്താണ്. വരിക എൽ സ്ക്വയർ പ്ലസ് 2L ഡെൽറ്റ എൽ പ്ലസ് ഡെൽറ്റ എൽ സ്ക്വയർ അങ്ങനെയല്ലേ വരിക അല്ലേ, മൈനസ് എൽ സ്ക്വയർ. അപ്പോൾ എന്ത് ചെയ്തു, ആ എൽ സ്ക്വയറും വെട്ടിപ്പോയി. പിന്നെ ഡെൽറ്റ എൽ സ്ക്വയർ എന്ന് പറയുന്നത് നെഗ്ലക്റ്റിംഗ് ടേം ആണെന്ന് പറഞ്ഞാൽ ചെറിയ ലെങ്ത്തേ ഉണ്ടാവുള്ളൂ. ചൂടാക്കി വിചാരിച്ച് വലിയ ലെങ്ത് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് അതും ഒഴിവാക്കിപ്പോയി. അപ്പോൾ ഈ ഡെൽറ്റ എൽ എന്താ ഒഴിവാക്കാത്തതെന്ന് ചോദിക്കണ്ട. നമ്മൾ അന്ന് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഒഴിവാക്കുമ്പോൾ എന്ത് ചെയ്യണം, പ്ലസ്സും മൈനസും ഉള്ളത് ഒഴിവാക്കാൻ പറ്റുള്ളൂ. ഇവിടെ 2L ഇൻറ്റു ഡെൽറ്റ എൽ എന്നാണ്, അത് ഒഴിവാക്കാൻ കഴിയൂല. ഓക്കെ, ഏരിയ എന്ന് പറയുന്നത് എൽ സ്ക്വയർ. അപ്പോൾ ഡെൽറ്റ എക്ക് ഒരു തീരുമാനം കിട്ടി. എ എന്ന് പറയുന്നത് എന്താണ്, എൽ സ്ക്വയർ ആണ്. അതെങ്ങനെയാണെങ്കിൽ ആൽഫ എ സീക്വൽ ടു ഡെൽറ്റ എ ബൈ എ ഇൻറ്റു ഡെൽറ്റ ടി എന്നല്ലേ. ആ ഇക്വേഷനിൽ ജസ്റ്റ് കൊടുക്കുക, മുകളിലത്തെ ഇക്വേഷനിൽ കൊടുക്കുക. ഡെൽറ്റ എക്ക് പകരം എന്ത് കൊടുത്തു, 2L ഡെൽറ്റ എൽ എന്ന് കൊടുത്തു. എക്ക് പകരം എൽ സ്ക്വയർ കൊടുത്തു, ഇൻറ്റു ഡെൽറ്റ ടി എന്ന് എഴുതി. ഓക്കെ, ഇനി അതിന് ഞാൻ ഒന്നും കൂടി മാറ്റി എഴുതി. 2നെ പുറത്തേക്ക് എടുത്തിട്ട് ഡെൽറ്റ എൽ ബൈ എൽ ഡെൽറ്റ ടി. ഡെൽറ്റ എൽ ബൈ എൽ ഡെൽറ്റ ടി എന്നുള്ള ആരുടെ ഇക്വേഷനാണ്, ആൽഫ എല്ലിൻ്റെ ഇക്വേഷൻ. അപ്പോൾ അവിടെ എന്ത് എഴുതി കൊടുക്കുക, ആൽഫ എൽ കൊടുക്കുക. കിട്ടിയോ കിട്ടി അല്ലേ. അപ്പോൾ അത് രണ്ടും നമ്മുടെ റിലേഷൻ. അതേപോലെ നമ്മൾ വോളിയത്തിൻ്റെ കാണാം കേട്ടോ. വോളിയത്തിൻ്റെ ഇക്വേഷൻ എഴുതി. വോളിയം ആകുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, സൈഡിൻ്റെ ക്യൂബ് അല്ലേ, എ ക്യൂബ് അല്ലേ, അവിടെ ക്യൂബ് കൊടുത്തു. അവിടെ നേരത്തെ പറഞ്ഞത് അതേപോലെ തന്നെ ഉണ്ടായി. എക്സ്പാൻഡ് ചെയ്തപ്പോൾ എൽ ക്യൂബ് പ്ലസ് 3L സ്ക്വയർ ഡെൽറ്റ എൽ 3L സ്ക്വയർ ഡെൽറ്റ എൽ ആണ്, മറക്കരുത്. ഡെൽറ്റ എൽ ക്യൂബ് എന്ന് കിട്ടും. ഡെൽറ്റ എൽ സ്ക്വയർ ഡെൽറ്റ എൽ ക്യൂബ് എന്ന് കിട്ടും. അതിൽ എന്ത് ഒഴിവാക്കി, ഡെൽറ്റ എൽ സ്ക്വയറും ഡെൽറ്റ എൽ ക്യൂബും ഒക്കെ ഒഴിവാക്കാൻ കാരണം എന്താണ്, അതൊക്കെ ചെറിയ ടൈമാണ്. ഡെൽറ്റ എൽ വളരെ ചെറുതായതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കി. അപ്പോൾ ഇത് ഒഴിവാക്കാത്തതിന് കാരണം ഇത് ഇൻഡ്യൂ ചെയ്യുന്നതായതുകൊണ്ടുമാണ്. വോളിയം എന്ന് പറയുന്നത് എൽ ക്യൂബാണ്. രണ്ടും കിട്ടി. അത് നമ്മുടെ മുകളിലത്തെ ഇക്വേഷനിൽ കൊടുത്തു. നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക. അങ്ങനെ 3നെ പുറത്തേക്ക് എടുത്ത് എഴുതിയപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്, ആൽഫ വി സീക്വൽ ടു 3 ആൽഫ എൽ എന്ന് കിട്ടിയത്. ഇനി 2 ഇക്വേഷനും കൂടി കമ്പയർ ചെയ്യുമ്പോൾ ആൽഫ എൽ ഡോട്ട് ആൽഫ എ
ഡോട്ട് ഈസ് ടു ആൽഫ ബി ഈക്വൽ ടു 1:2:3 എന്ന് കിട്ടി. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഓക്കെ, അങ്ങനെ നമ്മൾ എക്സ്പാൻഷനെ കുറിച്ചും പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് തെർമൽ എക്സ്പാൻഷൻ ഓഫ് വാട്ടർ അല്ലെങ്കിൽ അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടറിനെ കുറിച്ചാണ്. അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ എന്ന് പറയുന്നത് വാട്ടറിന് നമ്മൾ മുന്നേ ഏതോ ഒരു ക്ലാസ്സിന് 4 ഡിഗ്രി സെൽഷ്യസിന് എന്താണ് പ്രത്യേകത എന്ന് ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് 4 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളതിന് 4 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളതിന് വാട്ടറിന് എന്തൊക്കെയോ കുറേ പ്രത്യേകതകളുണ്ട്. വാട്ടർ എക്സ്പിറ്റ് ആൻഡ് അനോമലസ് ബിഹേവിയർ, ഒരു പ്രത്യേക സ്വഭാവമാണ് വാട്ടറിൻ്റെത്. നമുക്ക് ആർക്കും മനസ്സിലാവാത്ത ഒരു പ്രത്യേക സ്വഭാവമാണ് ആർക്കുള്ളത്? വാട്ടറിനുള്ളത്. എന്താണ് ആ സ്വഭാവം? ഇറ്റ് കോൺട്രാക്ട് ഓൺ ഹീറ്റിംഗ് ഫ്രം 0 ഡിഗ്രി സെൽഷ്യസ് ടു 4 ഡിഗ്രി സെൽഷ്യസ്. നമ്മൾ ഇതുവരെ പറഞ്ഞത് എന്താ? ചൂടാക്കിയാൽ എക്സ്പാൻഡ് ചെയ്യും എന്നാണ് ഇതുവരെ പറഞ്ഞത്. പക്ഷേ സത്യത്തിൽ പ്രാക്ടിക്കലായിട്ട് നോക്കുമ്പോൾ വാട്ടറിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ചൂടാക്കിയാൽ എക്സ്പാൻഡ് ചെയ്യല്ല ചെയ്യുന്നത്. പകരം എന്താ ചെയ്യുന്നത്? എക്സ്പാൻഡ് ചെയ്യില്ല. അതന്നെ, ചൂടാക്കിയാൽ എക്സ്പാൻഡ് ചെയ്യല്ല. 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് വളരെ കുറച്ച് ടെമ്പറേച്ചർ കേട്ടോ, 4 ഡിഗ്രി സെൽഷ്യസ് വരെ അതെന്ത് ചെയ്യുന്നുണ്ട്? കോൺട്രാക്ട് ചെയ്യാൻ ഒന്ന് ചുരുങ്ങാണ്, വോളിയം കുറയാണ് ചെയ്യുന്നത്. വെൻ ഇറ്റ് ഈസ് ഹീറ്റഡ് ആഫ്റ്റർ 4 ഡിഗ്രി സെൽഷ്യസ് ഇറ്റ് എക്സ്പാൻഡ് ലൈക്ക് അതർ ലിക്വിഡ്. ദിസ് മീൻസ്, അതായത് 4 ഡിഗ്രി സെൽഷ്യസ് കഴിഞ്ഞാൽ പിന്നെ നോർമലായി, പിന്നെ ഗുളികയൊക്കെ കുടിച്ച് നോർമലായി എന്നർത്ഥം. 4 ഡിഗ്രി സെൽഷ്യസ് കഴിഞ്ഞാൽ എന്ത് ചെയ്തു? അത് സാധാരണ പോലെ അങ്ങോട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? സാധാരണ പോലെ എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങി. അപ്പം 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഇതെന്ത് ചെയ്യാണ്? അതിൻ്റെ വോളിയം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് കേട്ടോ. വാട്ടർ ഹാസ് എ മിനിമം വോളിയം ആൻഡ് ഹെൻസ് മാക്സിമം ഡെൻസിറ്റി അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ്. ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. വാട്ടറിന് മിനിമം വോളിയം ഉണ്ടാവലും മാക്സിമം ഡെൻസിറ്റി ഉണ്ടാവലും എവിടെയാണ്? അറ്റ് 4 ഡിഗ്രി സെൽഷ്യസിലാണ്. വൈ ദ ബോഡീസ് ഓഫ് വാട്ടർ സച്ചസ് ലേക്സ്, പോണ്ട്സ് ഫ്രീസ് അറ്റ് ടോപ്പ് ഫസ്റ്റ്. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. മുകളിലത്തെ വെള്ളമാണ് ഏറ്റവും ആദ്യം എന്ത് ചെയ്യുക? നമ്മൾ ഈ കാശ്മീറോ അല്ലെങ്കിൽ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ലേക്കിൻ്റെ തടാകത്തിൻ്റെ ഒക്കെ മുകൾ ഭാഗത്തെ വെള്ളം എന്ത് ചെയ്തു? പെട്ടെന്ന് കട്ട പിടിച്ചിട്ടുണ്ടാവും. താഴെയുള്ളതിനെ ഫ്രീസ് ചെയ്യുന്നത് അത്ര പെട്ടെന്ന് ഫ്രീസ് ചെയ്തിട്ടുണ്ടാവില്ല. മുകളിലത്തെ കട്ടായാലും ചിലപ്പോൾ താഴത്തുള്ളത് വെള്ളമായിട്ട് നിൽക്കുന്നുണ്ടോ? അതിൻ്റെ കാരണം എന്താണെന്നുള്ളതാണ്. ദിസ് ഈസ് ഡ്യൂ ടു ദ അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ ആസ് എ ലേക്ക് കൂൾസ് ടുവേർഡ്സ് 4 ഡിഗ്രി സെൽഷ്യസ്. ഒരു തടാകം എന്ത് ചെയ്തു? 4 ഡിഗ്രി സെൽഷ്യസിലേക്ക് തണുത്തു എന്ന് വിചാരിക്കാം. വാട്ടർ നിയർ ദ സർഫേസ് ബിക്കം ഡെൻസർ അല്ലേ, ആൻഡ് സിങ്ക്. ദ വാമർ ലെസ് ഡെൻസ് വാട്ടർ നിയർ ദ ബോട്ടം റൈസസ്. അപ്പോൾ എന്താ ഉണ്ടാവുമെന്നറിയോ? 4 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ പറഞ്ഞു മാക്സിമം ഡെൻസിറ്റി ആണെന്ന് പറഞ്ഞു അല്ലേ. ഡെൻസിറ്റി കൂടിയ സാധനം താറ്റിക്കോല്ലേ. അപ്പോൾ ഈ 4 ഡിഗ്രി സെൽഷ്യസിലുള്ള വെള്ളം എവിടേക്ക് എടുക്കും? താറ്റിക്കോ. വാമർ വാട്ടർ, ചൂടുള്ള വെള്ളം എന്ത് ചെയ്യും? മുകളിലേക്ക് പൊങ്ങി വരും ചെയ്യും. വെൻ ദിസ് ലെയർ കൂൾസ് ബിലോ 4 ഡിഗ്രി സെൽഷ്യസ് ഇറ്റ് ഫ്രീസസ്. ഇനി അത് 4 ഡിഗ്രി സെൽഷ്യസിനേക്കാളും താഴത്തേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും? അത് ഫ്രീസ് ചെയ്യാൻ തുടങ്ങും, കട്ട പിടിക്കാൻ. ഐ എം ബീങ് ലെസ് ഡെൻസ് റിമെയിൻസ് അറ്റ് ദ സർഫേസ്. ദിസ് വാട്ടർ ബോഡി ഫ്രീസ് അറ്റ് ടോപ്പ് ഫസ്റ്റ്. വാട്ടർ അറ്റ് ദ ബോട്ടം പ്രൊട്ടക്ട് aquatic animal and plant life. ചുരുക്കി പറഞ്ഞാലേ നിങ്ങളോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് വാട്ടർ ഓഫ് എ ലേക്ക് ആൻഡ് പോണ്ട് ആർ ഫ്രീ ടോപ്പ് വാട്ടർ ഫ്രീസ് ഫസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ റീസൺ ഫോർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് മാത്രം എഴുതിയാൽ മതി? അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടറാണ് സംഭവം. ഇത് പ്രാക്ടിക്കലായിട്ട് പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഐസ് ആകുന്ന സമയത്ത് 0 ഡിഗ്രി സെൽഷ്യസിലല്ലേ ഐസാവുക അല്ലേ? 4 ഡിഗ്രി സെൽഷ്യസിൽ വാട്ടർ എന്തിലുണ്ടാവുക? ഐസ് ആവില്ല. പക്ഷേ എന്തായിരിക്കും? ഡെൻസിറ്റി ഏറ്റവും കൂടുതൽ ഉണ്ടാവില്ല 4 ഡിഗ്രി സെൽഷ്യസിലാണ്. ആണല്ലോ? ആണ്. അപ്പോൾ 0 ഡിഗ്രി സെൽഷ്യസിൽ ഐസാണ്, 4 ഡിഗ്രി സെൽഷ്യസിൽ വാട്ടറാണ്. ഏതിനാണ് ഡെൻസിറ്റി കൂടുതലുള്ളത്? 4 ഡിഗ്രി സെൽഷ്യസിന്. അപ്പോൾ ആ 4 ഡിഗ്രി സെൽഷ്യസിലുള്ള എവിടെയാണ് നിൽക്കുക? ഡെൻസിറ്റി കൂടിയ സാധനം എവിടെ നിൽക്കുക? അടിയിൽ. അത്രേ ഉള്ളൂ. അപ്പം അടിയിലുള്ള വെള്ളം കട്ടാവുന്നതനുസരിച്ച് മുകളിലേക്ക് പൊങ്ങി വരും എന്നർത്ഥം. കാരണം 4 ഡിഗ്രി സെൽഷ്യസിലാകുമ്പോൾ അതിൻ്റെ ഡെൻസിറ്റി കൂടുതലാണ്, 0 ഡിഗ്രി സെൽഷ്യസിൽ ഡെൻസിറ്റി കുറവാണ്. 0 ഡിഗ്രി സെൽഷ്യസിലാണ് അത് കട്ടാവുന്ന സമയത്ത് അത് മുകളിലേക്ക് പൊങ്ങി വരുന്നു. ഇങ്ങനെ ആയതുകൊണ്ടാണ്, താഴത്ത് ഇങ്ങനെ വെള്ളം നിൽക്കുന്നത് കൊണ്ടാണ് ഈ വാട്ടർ ബോഡീസിനെയൊക്കെ എന്ത് ചെയ്യുന്നത്? വെള്ളത്തിൽ ഇങ്ങനെ ഉള്ള വാട്ടർ ബോഡീസിനെയൊക്കെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റുന്നത്. ദ കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ അറ്റ് എ കോൺസ്റ്റൻറ്റ് പ്രഷർ ഫോർ ആൻ ഐഡിയൽ ഗ്യാസ്.
നോക്കുക. ദ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പി വി സി ഈക്വൽ ടു മ്യൂ ആർ ടി ആണ്. അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷറിലാണെങ്കിൽ എന്താകും? കോൺസ്റ്റൻറ്റ് വോളിയത്തിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ നേരത്തെ. അതേപോലെ കോൺസ്റ്റൻറ്റ് പ്രഷറിലാണെങ്കിൽ, പ്രഷർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഡെൽറ്റ വി ഇസ് പ്രപ്പോർഷണൽ ടു ഡെൽറ്റ ടി ആയിരിക്കുമല്ലോ. അപ്പോൾ അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷറിൽ പി കോൺസ്റ്റൻ്റ് ആണ്. പീനെ അപ്പുറത്തേക്ക് സൈഡിലേക്ക് കൊണ്ടുപോയി വേറെ ഒന്നും ചെയ്തിട്ടില്ല. എന്ത് ചെയ്തു? ആ പി വി ഇസ് ഈക്വൽ ടു മ്യൂ ആർ ടി എന്നുള്ള ഇക്വേഷനുമായിട്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുക. ഡി വി ബൈ ഡി ഡെൽറ്റ വി ബൈ വി ഇസ് ഈക്വൽ ടു മ്യൂ ആർ ടി ഡെൽറ്റ ടി, മ്യൂ ആർ ടി ഡെൽറ്റ ടി ഡിവൈഡഡ് ബൈ പി വി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ. ഫ്രം ഇക്വേഷൻ 1 നിന്നും നമുക്ക് എന്ത് കിട്ടി നോക്കൂ. അങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടുമല്ലോ. ഡെൽറ്റ വി ബൈ പിന്നെ എന്ത് ചെയ്തു? ഡെൽറ്റ വി ബൈ വി ഇസ് ഈക്വൽ ടു ഡെൽറ്റ ടി ബൈ ടി എന്ന് കിട്ടി. ദെൻ ഡെൽറ്റ വി ബൈ വി ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു 1 ബൈ ടി. അതിൽ നിന്നും ആൽഫ പി ഇസ് ഈക്വൽ ടു 1 ബൈ ടി എന്ന് കിട്ടി ഫോർ എൻ ഐഡിയൽ ഗ്യാസ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. ഓക്കെ. വോളിയം എക്സ്പാൻഷൻ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടെമ്പറേച്ചർ ആയിരിക്കും അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷറിൽ കേട്ടോ. നെക്സ്റ്റ് ആണ് തെർമൽ സ്ട്രെസ് എന്ന് പറഞ്ഞ ടൈമാണ്. തെർമൽ സ്ട്രെസ്. ഇഫ് ദ തെർമൽ എക്സ്പാൻഷൻ ഓഫ് എ റോഡ് ഈസ് പ്രിവെൻറ്റഡ് ബൈ ഫിക്സിങ് ഇറ്റ്സ് എൻഡ്സ് റിജിഡ്ലി. തെർമൽ എക്സ്പാൻഷനെ എന്ത് ചെയ്തു? റോഡ് ഈസ് പ്രിവെൻറ്റഡ് ബൈ, നമ്മൾ തെർമൽ എക്സ്പാൻഷൻ എന്ത് ചെയ്തു? ഒരു റിജിഡ് ബോഡിയിൽ ഫിക്സിങ് ഇറ്റ്സ് എൻഡ്, അതിൻ്റെ എൻഡുകൾ ഫിക്സ് ആക്കി വെച്ചുകൊണ്ട് തെർമൽ എക്സ്പാൻഷനെ നമ്മൾ ഒഴിവാക്കി എന്ന് വിചാരിക്കാം. ദ റോഡ് അക്യൂസ് എ കോംപ്രസീവ് സ്ട്രെയിൻ. അതിനൊരു സ്ട്രെയിൻ ഉണ്ടാകും, നമ്മൾ അമർത്തി പിടിച്ചാലുണ്ടാവുന്ന ടൈപ്പ് ഒരു സ്ട്രെയിൻ അതിനുണ്ടാകും. ദ കറസ്പോണ്ടിങ് സ്ട്രെസ് സെറ്റപ്പ് ഇൻ ദ റോഡ് ഈസ് കോൾഡ് തെർമൽ സ്ട്രെസ്. സ്ട്രെയിൻ ഉണ്ടെങ്കിൽ ആരും ഉണ്ട്, സ്ട്രെസ് ഉണ്ടല്ലോ. നമുക്ക് കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്, സോളിഡ് സ്റ്റേറ്റിൽ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ അതിനെ തെർമൽ സ്ട്രെസ് എന്നാണ് പറയുക. ഹീറ്റ് കപ്പാസിറ്റി മറ്റൊരു ടൈമാണ് ഹീറ്റ് കപ്പാസിറ്റി. ഇതൊക്കെ ഡെഫിനേഷൻ ചോദിക്കുന്നതാണ് കേട്ടോ, ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. ഹീറ്റ് കപ്പാസിറ്റി ഇസ് എ സബ്സ്റ്റൻസ് ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് ദ സബ്സ്റ്റൻസ് ബൈ 1 യൂണിറ്റ്. അതായത് എൻ്റെ അടുത്തൊരു സാധനം ഉണ്ടായിരുന്നു, അതിൻ്റെ ഇപ്പോഴുള്ള ടെമ്പറേച്ചർ ഇപ്പോൾ ആരാന്ന് വിചാരിക്കുക, ഒരു ചിക്കൻ ഉണ്ട്. ഈ ചിക്കന്, എൻ്റെ കയ്യിലുള്ള ചിക്കന് ചൂട് ആക്കി വെച്ച ചിക്കനാണെന്ന് വിചാരിച്ചോളൂ. അതൊരു 70 ഡിഗ്രി സെൽഷ്യസ് ആണ്. 70 ഡിഗ്രി സെൽഷ്യസ് ആണ്, അല്ലെങ്കിൽ 70 കെൽവിനാണെന്ന് വിചാരിച്ചോളൂ. ആദ്യം 70 കെൽവിനാണ്. അതിന് എനിക്ക് എന്ത് ചെയ്യണം? 71 കെൽവിൻ ആവണം. അത് ഒറ്റയ്ക്ക് 71 കെൽവിൻ ആകുമോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം? ചൂടാക്കണം. അപ്പോൾ അതിന് എന്ത് ചെയ്യണം? ഹീറ്റ് കൊടുക്കണം. ഹീറ്റ് കൊടുക്കുമ്പോൾ അതെന്ത് ചെയ്യും? ഹീറ്റ് അബ്സോർബ് ചെയ്യും. എന്നിട്ടാണ് എന്ത് ചെയ്യുക? ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ടാണ് അതെന്ത് ചെയ്യുക? ടെമ്പറേച്ചർ 1 കെൽവിൻ കൂട്ടുക. അങ്ങനെ 1 കെൽവിൻ ടെമ്പറേച്ചർ കൂട്ടാൻ എത്ര ഹീറ്റാണോ കൊടുക്കേണ്ടത് എന്നതിൻ്റെ അളവിനെയാണ് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുക. മറക്കണ്ട, 1 കെൽവിൻ കൂട്ടാൻ കൊടുക്കുന്നതാണ്, അല്ലാതെ വെറുതെ ടെമ്പറേച്ചർ കൂട്ടാൻ കൊടുക്കുന്നതല്ല. 1 കെൽവിൻ കൂട്ടാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഹീറ്റാണ് കെൽവിന് കൂടുക. അപ്പോൾ കെൽവിന് കൂടുമ്പോൾ എത്ര ഡിഗ്രി സെൽഷ്യസ് കൂടും? 1 ഡിഗ്രി സെൽഷ്യസ് തന്നെ. 1 കെൽവിന് കൂടുക എന്ന് പറഞ്ഞാൽ 1 ഡിഗ്രി സെൽഷ്യസ് തന്നെയാണ്. പക്ഷേ ഫാരനൈറ്റ് അല്ല കേട്ടോ കൂടുക, ഫാരനൈറ്റിൽ മാറ്റണ്ടേ. എയർ കപ്പാസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് മാസ്. ഇനി ഒന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ അതിൻ്റെ ഇക്വേഷൻ കണ്ടോ? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഹീറ്റ് കപ്പാസിറ്റീൻ്റെ ഇക്വേഷൻ ഏതാ? എസ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി ആണ്. യൂണിറ്റ് ജൂൾ പെർ കെൽവിൻ ആണ് കേട്ടോ. പിന്നെ നമ്മൾ ആ ചിക്കൻ ആദ്യം എടുത്തത് 2 കിലോഗ്രാം ചിക്കനാണ് ഇങ്ങനെ ചൂടാക്കി. ഓക്കെ, അപ്പോൾ അതിന് ഒരു 100 ജൂള് ഹീറ്റ് കൊടുത്തു എന്ന് വിചാരിക്കാം. അടുത്തതേ ഒരു ചെമ്പട്ടിയിൽ വലിയൊരു ബിരിയാണി ചെമ്പിൽ മൊത്തമായിട്ട് ചിക്കൻ എടുത്തു, എന്നിട്ട് അത് ചൂടാക്കാൻ കൊടുത്തു. അതിന് 100 ജൂള് മതിയാവും 1 കെൽവിന് കൂട്ടാൻ. മാസം ഒരു 10 കിലോഗ്രാം അല്ലെങ്കിൽ ഒരു 100 കിലോഗ്രാം ചിക്കൻ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ പറഞ്ഞ മാതിരി എന്ത് ചെയ്താൽ മതിയാവോ? 100 ജൂള് മതിയാവില്ല. എന്ത് ചെയ്യേണ്ടി വരും? അതിനേക്കാളും ഹീറ്റ് കൊടുക്കേണ്ടി വരും അല്ലേ. അതിനർത്ഥം മാസ് മാറുമ്പോൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയും മാറുന്നുണ്ട്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അല്ലേ ഹീറ്റ് കപ്പാസിറ്റി കേട്ടോ. അങ്ങനെ വന്നപ്പോഴാണ് മാസിനും ഇതിൽ ബന്ധമുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെയാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കണ്ടെത്താൻ തീരുമാനിച്ചത്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ഇസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ഇൻ ടെമ്പറേച്ചർ ഓഫ് യൂണിറ്റ് മാസ് ഓഫ് ദ സബ്സ്റ്റൻസ് ബൈ 1 യൂണിറ്റ്. അതായത് ഇവിടെ എന്താണ് പറയുന്നത്? 1 കിലോഗ്രാം മാസുള്ള ഒരു ബോഡിയുടെ ടെമ്പറേച്ചർ 1 കെൽവിൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ട ഹീറ്റിൻ്റെ അളവിനെയാണ് എന്ത് വിളിക്കുക? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് വിളിക്കുക. മറക്കണ്ട, ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ എത്ര മാസാന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു.
പക്ഷേ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ എന്ത് പറയണം? മാസ് എത്രയെന്നുള്ളത് പറയണം. അതുകൊണ്ട് തന്നെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ ഇക്വേഷനാണ് ഹീറ്റ് കപ്പാസിറ്റി ബൈ മാസ് എന്നുള്ളത് എസ് ഇസ് ഈക്വൽ ടു എസ് ബൈ എം എന്നുള്ളത്. അതായത് ബട്ട് എസ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി ആണല്ലോ. അതും കൂടി കൊടുക്കുമ്പോൾ 1/m ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി എന്ന് കിട്ടും. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ ഇക്വേഷനാണ് കേട്ടോ അത്. എസ് യൂണിറ്റ് ജൂൾ പെർ കിലോഗ്രാം കെൽവിനാണ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് സബ്സ്റ്റൻസ് ആൻഡ് ഇറ്റ്സ് ടെമ്പറേച്ചർ. ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് മാസ് ഓഫ് ദ സബ്സ്റ്റൻസ്. ഈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയിൽ എന്തിൻ്റെ ആവശ്യമില്ല? മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഫോർ ദ എബോവ് ഇക്വേഷൻ ദ എമൗണ്ട് ഓഫ് ഹീറ്റിൻ്റെ ഇക്വേഷൻ ഈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിൻ്റെ ഇക്വേഷൻ ഹീറ്റിൻ്റെ ഇക്വേഷൻ കണ്ടെത്താനുള്ള ഇക്വേഷനാണ് ഡെൽറ്റ ക്യൂ is equal to MS ഡെൽറ്റ ടി എന്നുള്ളത് കേട്ടോ. നെക്സ്റ്റ് ആണ് മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. അപ്പോൾ ഹീറ്റ് കപ്പാസിറ്റി പറഞ്ഞു, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി പറഞ്ഞു. ഇനിയിപ്പോൾ എന്താ പറയാൻ പോണേ? മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി നോക്കിക്കോളൂ. മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ഇൻ ദ ടെമ്പറേച്ചർ ഓഫ് 1 mole ഓഫ് എ സബ്സ്റ്റൻസ് ബൈ 1 unit. അവിടെ എന്താ പറഞ്ഞത്? അവിടെ ഒരു കിലോഗ്രാം എന്നല്ല പറഞ്ഞത്. എന്താ പറഞ്ഞത്? 1 mole സബ്സ്റ്റൻസ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ കിലോഗ്രാം മാറി മോളാകി, യൂണിറ്റിലും ആ മാറ്റം വന്നു. ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് സബ്സ്റ്റൻസ് ആൻഡ് ടെമ്പറേച്ചർ. ഇറ്റ് ഇസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് മാസ് ഓഫ് ദ സബ്സ്റ്റൻസ്. മാസുമായിട്ട് ബന്ധമില്ല കേട്ടോ, മോളാണ്, നമ്പർ ഓഫ് മോൾസാണ് നോക്കണ്ടേ. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റീസ് ഓഫ് ഗ്യാസസിൻ്റെ കേസിൽ നോക്കുക. എ ഗ്യാസ് ഈസ് എ ഇൻകംപ്രസിബിൾ. ഹീറ്റ് ട്രാൻസ്ഫർ ക്യാൻ ബി അച്ചീവ്ഡ് ബൈ കീപ്പിംഗ് ഐദർ പ്രഷർ ഓർ വോളിയം കോൺസ്റ്റൻറ്റ്. ഗ്യാസ് ആകുമ്പോൾ പ്രഷർ എല്ലാം കൂടി നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഒന്നിക്കലും വോളിയം കോൺസ്റ്റൻ്റ് ആക്കുക അല്ലെങ്കിൽ പ്രഷർ കോൺസ്റ്റൻ്റ് ആക്കുക. സോ ഗ്യാസസ് ഹാവ് 2 types ഓഫ് മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റീസ്. ഒന്ന് മോളാർ ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ CP ആൻഡ് മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം CPയും CVയും ഉണ്ട്. ഇനി അതിൽ നോക്കി കോൺസ്റ്റൻറ്റ് പ്രഷറിലുള്ള കാര്യം ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് പറയാണ്. Molar specific heat capacity at a constant pressure of a substance is the amount of heat required to rise the temperature of 1 mole of a substance by 1 unit, keeping its pressure constant. CP എന്ന് പറഞ്ഞാൽ എന്താണ്? മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. നേരത്തെ പറഞ്ഞത് ഈ ഡെഫിനിഷൻ തന്നെയാണ്, പക്ഷേ ഒറ്റ കണ്ടീഷൻ, പ്രഷർ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇനി മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം നോക്കിക്കോളൂ. മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 mole ഓഫ് ദ സബ്സ്റ്റൻസ് ബൈ 1 unit, കീപ്പിംഗ് ഇറ്റ്സ് വോളിയം കോൺസ്റ്റൻറ്റ്. വോളിയം കോൺസ്റ്റൻ്റ് ആക്കി വെച്ചുകൊണ്ട് ഉള്ളതാണ് ഇക്വേഷൻസ് രണ്ടും ശ്രദ്ധിക്കുക. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് മോളാർ കോൺസ്റ്റൻറ്റ് പ്രഷറും കോൺസ്റ്റൻറ്റ് വോളിയവും കണ്ടു. രണ്ടിൻ്റെ ഇക്വേഷൻ ശരിക്കൊന്ന് നോക്കി കാളിട്ടോ. 1/μ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി VP എന്ന് എഴുതിയിട്ടുണ്ട്. അത് കോൺസ്റ്റൻറ്റ് പ്രഷർ കോൺസ്റ്റൻറ്റ് വോളിയം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ്, വാട്ടർ ഹാസ് ദ ഹയസ്റ്റ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കമ്പയർഡ് ടു അതർ സബ്സ്റ്റൻസ്. വാട്ടറിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി വളരെ കൂടുതലാണ് എന്ന് പറഞ്ഞാൽ വാട്ടർ പെട്ടെന്ന് ചൂടാവൂല എന്നുള്ളതാണ്. കുറേ ചൂട് കൊടുത്താലേ വാട്ടർ എന്ത് ചെയ്യുള്ളൂ? ചൂടാവുള്ളൂ. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ ഈസ് 4186 ജൂൾ പെർ കിലോഗ്രാം കെൽവിനാണ്. അതായത് വാട്ടർ 70 ഡിഗ്രി സെൽഷ്യസിലുള്ള ഒരു വാട്ടർ 71 ആവണമെങ്കിൽ എത്ര ജൂള് ഹീറ്റ് കൊടുക്കണം എന്നറിയോ നിങ്ങൾ? 4186 ജൂള് കൊടുക്കണം. ഇനി ആ 70 ഉണ്ടായിരുന്ന 71 ഇനി 71 72 ആവണമെങ്കിലും എത്ര കൊടുക്കണം? ഇത്രയും ജൂള് ഹീറ്റ് കൊടുക്കണം. അതായത് ഇത് പെട്ടെന്ന് ചൂടാവുമോ? ഇല്ല, വളരെ വലിയ ഹീറ്റ് അബ്സോർബ് ചെയ്താൽ മാത്രമേ അത് ചൂടാവുള്ളൂ. ഫോർ ദിസ് റീസൺ വാട്ടർ ഈസ് യൂസ്ഡ് ആസ് എ കൂളൻ്റ് ഇൻ ഓട്ടോമൊബൈൽ റേഡിയേറ്റർ ആസ് വെൽ ആസ് ദ ഹീറ്റർ ഇൻ ഹോട്ട് വാട്ടർ ബാഗ്സ്. അപ്പോൾ ഇത് എക്സാമിന് ചോദിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് വാട്ടർ കൂളൻ്റായിട്ട് ഉപയോഗിക്കാനുള്ള കാരണം എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ പറയേണ്ടത് എന്താ? വാട്ടർ ഹാസ് ഹൈയസ്റ്റ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ മതി. Owing to high specific heat capacity, the water warms up much more slowly than land during summer. Consequently, wind from the sea has cooling effect. വാട്ടറിന് ഹൈയസ്റ്റ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആണ്. അതുകൊണ്ട് തന്നെ വാട്ടർ ചൂടാവാൻ എന്ത് ചെയ്യും? ടൈം എടുക്കും. മോർ സ്ലോലി ദാൻ ദ ലാൻഡ്. നിങ്ങൾ കടൽക്കാറ്റും കരക്കാറ്റും ഒക്കെ പണ്ട് 10ാം ക്ലാസ് പഠിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ലാൻഡ് എന്ത് ചെയ്യും? പെട്ടെന്ന് ചൂടാവും. സീ എങ്ങനെ ചൂടാവുള്ളൂ? സ്ലോലി മാത്രമേ ചൂടാവുള്ളൂ. വിൻഡ് ഫ്രം ദ സീ ഹാസ് കൂൾ എഫക്റ്റ്.
അതുകൊണ്ട് തന്നെ കടലിൽ നിന്നും അടിക്കുന്ന കാറ്റിന് തണുപ്പുണ്ടാവാനുള്ള കാരണം അതാണ് കേട്ടോ. ഇൻ ഡെസേർട്ട് ഏരിയ ദ എർത്ത് സർഫേസ് വാം അപ്പ് ക്വിക്ക്ലി ഡ്യൂരിങ് ദ ഡേ ആൻഡ് കൂൾസ് ക്വിക്ക്ലി അറ്റ് നൈറ്റ്. മരുഭൂമിയിലാണെങ്കിൽ എന്ത് ചെയ്യും, അവിടെ വെള്ളമല്ലല്ലോ, അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് ചൂടാവും, പെട്ടെന്ന് തണുക്കുകയും ചെയ്യും. നോക്കുക, അങ്ങനെ വാട്ടറിനെ കുറിച്ച് പറയാനുള്ളത് കഴിഞ്ഞു. കലോറിമെട്രി മീൻസ് മെഷർമെൻറ്റ് ഓഫ് ഹീറ്റ് എന്നുള്ളതാണ്. കലോറിമെട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? മെഷർമെൻറ്റ് ഓഫ് ഹീറ്റ്. കലോറിമീറ്റർ എന്ന് പറയുന്നത് എന്താ? എ ഡിവൈസ് ഇൻ വിച്ച് ഹീറ്റ് ഈസ് മെഷർമെൻറ്റ് ക്യാൻ ബി മെയ്ഡ് ഈസ് കോൾഡ് കലോറിമീറ്റർ. ഹീറ്റ് മെഷർ ചെയ്യാനുള്ള ഒരു സാധനമാണ് ആര്? കലോറിമീറ്റർ. അത് പറഞ്ഞപ്പോഴാണ് ടെമ്പറേച്ചർ മെഷർ ചെയ്യാനുള്ള ഡിവൈസ് ഏതായിരുന്നു? തെർമോമീറ്റർ ആയിരുന്നു. ഹീറ്റ് മെഷർ ചെയ്യാനുള്ള മീറ്റർ ഏതാണ്? കലോറിമീറ്റർ ആണ്. ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇറ്റ് കൺസിസ്റ്റ് എ മെറ്റാലിക് വെസൽ ആൻഡ് stirrer of the same material like copper or aluminum. This vessel is kept inside the wooden jacket which contain heat insulating material like glass, wool. It is the outer jacket of the act as a heat shield and reduce the heat loss from the inner vessel. There is an opening in the outer jacket through which the mercury thermometer can be inserted into the calorimeter. Change of state. Matter normally exists in 3 states: solid, liquid, gas. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. A transition from one of this state to another is called change of state. നമ്മൾ ഒന്നിക്കലോ സോളിഡ് ലിക്വിഡ് ആവുക, ലിക്വിഡ് ഗ്യാസ് ആവുക, ഗ്യാസ് ലിക്വിഡ് ആവുക, ലിക്വിഡ് സോളിഡ് ആവുക, ഇങ്ങനെയുള്ള ചേഞ്ചുകൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിനെയാണ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുക. The temperature of a system does not change during change of state. ഈ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് നടക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ്. ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് നടക്കുന്ന സമയത്ത് ഹീറ്റ് ട്രാൻസ്ഫറിങ് നടക്കുന്നുണ്ട്. ചിലപ്പോൾ എന്ത് ചെയ്യും, ഹീറ്റ് അതിൽ നിന്നും ആ ഒബ്ജക്റ്റിൽ നിന്നും പുറത്തേക്ക് വിടും. ചിലപ്പോൾ എന്ത് ചെയ്യും, ഹീറ്റ് അബ്സോർബ് ചെയ്യും. പക്ഷേ ഹീറ്റ് അബ്സോർബ് ചെയ്താലും ശരി, ഹീറ്റ് പുറത്തേക്ക് വിട്ടാലും ശരി, അവിടെ എന്ത് ചെയ്യുന്നില്ല, ടെമ്പറേച്ചറിന് ചേഞ്ച് വരുന്നില്ല. ദർ ഈസ് നോ ടെമ്പറേച്ചർ ചേഞ്ച് വരില്ല. എപ്പോൾ? ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് നടക്കുന്ന സമയത്ത്. ഒരു സംഭവം, ഒരു ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഫ്രം സോളിഡ് ടു ലിക്വിഡ്. ദ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഫ്രം സോളിഡ് ടു ലിക്വിഡ് ഈസ് കോൾഡ് മെൽറ്റിംഗ് എന്നാണ് അതിനെ വിളിക്കുക. ആൻഡ് ഫോം ലിക്വിഡ് ടു സോളിഡ് ഈസ് കോൾഡ് ഫ്യൂഷൻ. ലിക്വിഡ് ഐസ് ആവുന്നതിനെ, വാട്ടർ ഐസ് ആവുന്നതിനെ നമ്മൾ ഫ്യൂഷൻ എന്ന് വിളിക്കും. ഐസ് ഉരുക, സോളിഡിൽ നിന്നും ലിക്വിഡ് ആവുന്നതിന് എന്ത് വിളിക്കും? മെൽറ്റിംഗ് എന്ന് വിളിക്കും. ബോത്ത് ഓഫ് ദ സോളിഡ് ആൻഡ് ലിക്വിഡ് സ്റ്റേറ്റ് ആർ ദ സബ്സ്റ്റൻസ് കോ എക്സിസ്റ്റ് ഇൻ തെർമൽ എക്വിലിബ്രിയം. തെർമൽ എക്വിലിബ്രിയത്തിലായിരിക്കും ഡ്യൂറിങ് ദ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഫ്രം സോളിഡ് ടു ലിക്വിഡ്. ഇങ്ങനെ, അതായത് ഈ ഉരുകിക്കൊണ്ട് ഐസൊക്കെ നമ്മളിങ്ങനെ ഉരുകുമല്ലോ. ഐസ് ഉരുകൽ എത്ര ഡിഗ്രിയിലാണ്? 0 ഡിഗ്രി സെൽഷ്യസിൽ. അപ്പം എൻ്റെ അടുത്ത് കയ്യിൽ ഒരു 2 കിലോഗ്രാം ഐസ് ഉണ്ടായിരുന്നു. അത് ഉരുകാൻ തുടങ്ങി, മെൽറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത് 0 ഡിഗ്രി സെൽഷ്യസിലാണ് മെൽറ്റ് ചെയ്യുന്നത്. ഞാനത് ഉരുകി കഴിയുന്നത് വരെ എപ്പോൾ നോക്കിയാലും അതിൻ്റെ ടെമ്പറേച്ചർ എത്ര തന്നെ ആയിക്കാരം? 0 ഡിഗ്രി സെൽഷ്യസ് തന്നെ ആയിക്കാരം. അതായത് ഈ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് നടക്കുന്ന സമയത്ത് ഒരിക്കലും എന്തിന് ചേഞ്ച് വരുന്നില്ല? ടെമ്പറേച്ചറിന് ചേഞ്ച് വരില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ വെള്ളം തിളക്കുമ്പോൾ എന്ത് ചെയ്യും? വേപ്പറായിട്ട് മാറും. ആ വേപ്പറിൻ്റെ ടെമ്പറേച്ചറും മുഴുവൻ വെള്ളം തിളച്ച് കഴിയുന്നത് വരെ അതിൻ്റെ വേപ്പറിൻ്റെ ടെമ്പറേച്ചർ എത്ര തന്നെ ആയിക്കാരം? 100 ഡിഗ്രി സെൽഷ്യസ് തന്നെ ആയിക്കാരം. The temperature at which solid and liquid state of a substance in the thermal equilibrium with each other is called melting point. അപ്പോൾ ആ 0 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളതിനെ നമ്മൾ വിളിച്ച പേരാണ് എന്ത്? മെൽറ്റിംഗ് പോയിന്റ്. മെൽറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചറിനെയാണ് എന്ത് വിളിക്കുക? മെൽറ്റിംഗ് പോയിന്റ് എന്ന് വിളിക്കുക. മെൽറ്റിംഗ് പോയിന്റ് ഡിക്രീസ് വിത്ത് ഇൻക്രീസിങ് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് മെൽറ്റിംഗ് പോയിന്റ് ഡിക്രീസ് ചെയ്യും കേട്ടോ. The melting point of a substance at a standard atmospheric pressure is called normal melting point എന്നാണ് വിളിക്കുക. നെക്സ്റ്റ് ആണ് regulation. When the wire passes through the ice slab, ice melts at lower temperature due to increase in pressure. നിങ്ങൾ ചിത്രത്തിൽ കാണുന്ന പോലെ when a wire passes through the ice slab, it melts at lower temperature due to increase in pressure. When the wire has passed, water above the wire freeze again. This phenomenon is refreezing is called regulation. റെഗുലേഷൻ എന്നാണ് അതിനെ വിളിക്കാറുള്ളത്. റെഗുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഐസിൻ്റെ മുകളിൽ ചിത്രത്തിൽ കാണുന്ന പോലെ ഒരു ഐസ്, ഒരു നൂലെടുത്തിട്ട് എന്ത് ചെയ്യുക, 2 സൈഡിൽ വെയിറ്റ് തൂക്കിയിടുക.
അപ്പോൾ എന്ത് ചെയ്യുന്ന അറിയോ, വെയിറ്റ് തൂക്കിയിടുമ്പോൾ ആ നൂല് തട്ടുന്നിടത്ത് പ്രഷർ കൂടും അല്ലേ, പ്രഷർ കൂടുമ്പോൾ ആ ഭാഗത്തുള്ള ഐസ് എന്ത് ചെയ്യും, മെൽറ്റ് ചെയ്യും. അപ്പോൾ നൂല് ആ മെൽറ്റ് ചെയ്ത ഐസിലേക്ക് ഒത്ത് താഴ്ന്നു നിൽക്കും. അപ്പോൾ ആ നൂലിൻ്റെ മുകളിൽ എന്ത് വരും, വാട്ടർ ഉണ്ടാവുമല്ലോ, ആ വാട്ടർ പെട്ടെന്ന് തണുത്തിട്ട് വീണ്ടും ഐസാകും. അങ്ങനെ നൂല് വീണ്ടും നൂലിൻ്റെ അടിയിലുള്ള ഐസ് വീണ്ടും പ്രഷർ കൂടി ഇങ്ങനെ നൂലിങ്ങനെ എന്ത് ചെയ്യാണ്, നൂല് വെള്ളം ആവുന്നതനുസരിച്ച്, അല്ലെങ്കിൽ നൂല് വെള്ളമാവില്ല, ഐസ് വെള്ളം ആവുന്നതനുസരിച്ച് നൂല് താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കും. പക്ഷേ ഐസ് മുകളിലുള്ള വാട്ടർ വീണ്ടും ഐസാകും. അങ്ങനെ ഈ നൂല് മാത്രം എന്ത് ചെയ്യും, താഴത്തേക്ക് എത്തും, ഐസ് അതേപോലെ അവിടെ ഉണ്ടാവും ചെയ്യും. സ്കാറ്റിംഗ് ഈസ് പോസിബിൾ ഓൺ സ്നോ ഡ്യൂ ടു ദ formation of water below the skates. Water is formed due to the increase in pressure and it acts as a lubricant. അപ്പോൾ അതാണ് അവിടെ നടക്കുന്നത്. അതുപോലെ തന്നെയാണ് സ്കാറ്റിങ് നമുക്ക് പോസിബിളാണ്. സ്കാറ്റിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യും, ഐസിൻ്റെ മുകളിൽ സാധനം വെച്ചിട്ട് അമർത്തുന്ന സമയത്ത് നമ്മുടെ പ്രഷർ കാരണമായിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ ഷൂവിൻ്റെ അടിയിലുള്ള ഐസ് വാട്ടറാകും. അപ്പോൾ അത് ലൂബ്രിക്കൻ്റ് ആകും. എന്നിട്ട് ആ വാട്ടറിൽ ഇങ്ങനെ തെന്നി പോവുകയാണ് ചെയ്യുക. ഓക്കെ, ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഫ്രം ലിക്വിഡ് ടു വേപ്പർ. ലിക്വിഡിൽ നിന്ന് വേപ്പർ ആവുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ദ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഫ്രം ലിക്വിഡ് ടു വേപ്പർ ഓർ ഗ്യാസ് ഈസ് കോൾഡ് വേപ്പറൈസേഷൻ ആൻഡ് ഫ്രം വേപ്പർ ടു ലിക്വിഡ് ഈസ് കോൾഡ് കണ്ടൻസേഷൻ. കണ്ടൻസേഷനും ഉണ്ട്, അതുപോലെ വേപ്പറൈസേഷനും ഉണ്ട്. ദ ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റൻറ്റ് അണ്ടിൽ ദ എൻ്റർ എമൗണ്ട് ഓഫ് ലിക്വിഡ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു വേപ്പർ. നേരത്തെ പറഞ്ഞതാണ്. ടെമ്പറേച്ചർ വിച്ച് ദ ലിക്വിഡ് ആൻഡ് വേപ്പർ സ്റ്റേറ്റ് ഓഫ് ദ സബ്സ്റ്റൻസ് ഈസ് കോഎക്സിസ്റ്റ് ഈസ് കോൾഡ് ബോയിലിംഗ് പോയിൻറ്റ്. നടക്കുന്ന ടെമ്പറേച്ചറിനെ വിളിക്കുന്ന പേര് ബോയിലിംഗ് പോയിൻറ്റ് എന്നാണ്. ദ ബോയിലിംഗ് പോയിൻറ്റ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസിംഗ് പ്രഷർ ആൻഡ് ഡിക്രീസസ് വിത്ത് ഡിക്രീസിംഗ് പ്രഷർ. ദ ബോയിലിംഗ് പോയിൻറ്റ് ഓഫ് സബ്സ്റ്റൻസ് സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് കോൾഡ് നോർമൽ ബോയിലിംഗ് പോയിൻറ്റ്. കുക്കിംഗ് ഈസ് ഡിഫിക്കൽട്ട് ഓൺ ഹിൽസ്. മുകളിലെത്തുമ്പോൾ കുക്കിംഗ് ഡിഫിക്കൽട്ടാണ്. കാരണം എന്താ, അറ്റ് ഹൈ ആൾട്ടിറ്റ്യൂഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് ലോവർ. അവിടെ പ്രഷർ കുറവാണ്. ബോയിലിംഗ് പോയിൻറ്റ് ഓഫ് വാട്ടർ ഡിക്രീസസ് ആസ് കമ്പയർഡ് ടു ദാറ്റ് ഓഫ് അറ്റ് സീ ലെവൽ. അപ്പോൾ എന്ത് ചെയ്യുക, അവിടെ എന്ത് ചെയ്യും, വെള്ളം വേഗം തണുക്കും. തണുക്കല്ല, വേഗം തിളക്കും. കാരണം പ്രഷർ കുറവാണ്. വെള്ളം തിളച്ചാൽ വെള്ളത്തിന് ചൂടുണ്ടാവില്ല, പെട്ടെന്ന് തിളച്ചിട്ടോ അതാണ് ഉണ്ടാവുക കേട്ടോ. ബോയിലിംഗ് പോയിൻറ്റ് ഈസ് ഇൻക്രീസിങ് ഇൻസൈഡ് ദ പ്രഷർ കുക്കർ ബൈ ഇൻക്രീസിങ് ദ പ്രഷർ, ഹെൻസ് ദ കുക്കിംഗ് ഈസ് ഫാസ്റ്റർ. അപ്പോൾ പ്രഷർ കുക്കറിൽ എന്താ വെച്ചാൽ പ്രഷർ കൂടുമ്പോൾ എന്ത് ചെയ്യും, പെട്ടെന്ന് വെള്ളം തിളക്കാതെ എന്ത് ചെയ്യും, ചൂടായിട്ട് ഇങ്ങനെ നിൽക്കും. കുറേ ചൂടുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും, അതിൽ കിടന്നിട്ട് നല്ല ചൂടല്ലേ, നല്ല ചൂടിൽ കിടന്നിട്ട് പെട്ടെന്ന് വേവാണ് ചെയ്യുക. പ്ലോട്ട് ഓഫ് ടെമ്പറേച്ചർ വേഴ്സസ് ഷോ ടൈം നോക്കി നിങ്ങൾ. ആദ്യം ടെമ്പറേച്ചർ ഇങ്ങനെ ഒരു ഐസിൻ്റെ കേട്ടോ, ചേഞ്ച് ഇൻ സ്റ്റേറ്റ് ഓഫ് ഐസ് ഓൺ ഹീറ്റിംഗ്. ആദ്യം ഐസായിരുന്നു. ഐസ് ഇങ്ങനെ ചൂടാക്കി കുറച്ച് നേരം ഇങ്ങനെ വെച്ചപ്പോൾ എന്ത് ചെയ്തു, അത് 0 ഡിഗ്രി സെൽഷ്യസ് തന്നെ അത് വാട്ടറായിട്ട് മാറി. പിന്നീട് ആ വാട്ടർ ഇങ്ങനെ ചൂടായി 100 ഡിഗ്രി സെൽഷ്യസിലെത്തി. 100 ഡിഗ്രി സെൽഷ്യസിലെത്തുമ്പോൾ അത് എന്ത് ചെയ്യാൻ തുടങ്ങും, തിളച്ചിട്ട് വേപ്പർ ആവാൻ തുടങ്ങും. വേപ്പർ കഴിയുന്നത് വരെ കുറേ സമയം 100 ഡിഗ്രി സെൽഷ്യസിൽ ഇങ്ങനെ നീണ്ട വര കാണുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ മുഴുവൻ വാട്ടറും വേപ്പർ ആകുന്നത് വരെ അത് ആ 100 ഡിഗ്രി സെൽഷ്യസ് തന്നെ ഇങ്ങനെ തുടർന്ന് കൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ്. പിന്നെ ഫുള്ളായിട്ട് വേപ്പറായാൽ പിന്നെ വേപ്പറിൻ്റെ ടെമ്പറേച്ചറാണ് കൂടുക. നെക്സ്റ്റ് ആണ് സബ്ലിമേഷൻ. ദ ചേഞ്ച് ഫ്രം സോളിഡ് സ്റ്റേറ്റ് ടു വേപ്പർ സ്റ്റേറ്റ്. അത് ഭയങ്കര ഫാസ്റ്റാണ്. എന്ത് ചെയ്യുക, സോളിഡിൽ നിന്ന് നേരിട്ട് വേപ്പറാകുന്ന സംഭവത്തിനെയാണ് സബ്ലിമേഷൻ നമ്മൾ പറയുക. വിത്തൗട്ട് പാസിങ് ത്രൂ ദ ലിക്വിഡ് സ്റ്റേറ്റ് ഈസ് കോൾഡ് സബ്ലിമേഷൻ ആൻഡ് സബ്സ്റ്റൻസ് ഈസ് സെറ്റ് ടു ബി സബ്ലിം. ഡ്രൈ ഐസ്, സോളിഡ് ഐസ്, കാർബൺ ഡയോക്സൈഡിൻ്റെ ഐസ് എന്ന് പറയുന്നത് അതിൻ്റെ എക്സാമ്പിളാണ്. അയോഡിൻ, കാംഫർ. ഡ്യൂറിങ് സബ്ലിമേഷൻ പ്രോസസ് ബോത്ത് സോളിഡ് ആൻഡ് വേപ്പർ സ്റ്റേറ്റ് ഓഫ് എ സബ്സ്റ്റൻസ് കോഎക്സിസ്റ്റ് ഇൻ തെർമൽ ഇക്വിലിബ്രിയം. തെർമൽ ഇക്വിലിബ്രിയത്തിലാണ് അത് രണ്ടും തെർമൽ ഇക്വിലിബ്രിയത്തിൽ നടക്കും എന്നുള്ളതാണ് കേട്ടോ. ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ആണ്. സോളിഡ് ടു ലിക്വിഡ് ആവുകയാണെങ്കിൽ ആ ടെമ്പറേച്ചറിനെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് വിളിക്കും. അതിന് നമ്മൾ മെൽറ്റിംഗ് എന്ന് പറയും. ലിക്വിഡ് ടു സോളിഡ് ആണെങ്കിൽ ഫ്യൂഷൻ എന്ന് പറയും. ലിക്വിഡ് ടു ഗ്യാസ് ആണെങ്കിൽ വേപ്പറൈസേഷൻ എന്ന് പറയും. ഗ്യാസ് ടു ലിക്വിഡ് ആണെങ്കിൽ കണ്ടൻസേഷൻ എന്ന് പറയും. സോളിഡ് ടു ഗ്യാസ് ആണെങ്കിൽ എന്ത് പറയും, സബ്ലിമേഷൻ എന്ന് പറയും കേട്ടോ. ലേറ്റൻറ്റ് ഹീറ്റ്, അടുത്തൊരു ടൈമാണ് ലേറ്റൻറ്റ് ഹീറ്റ് എന്നുള്ളത്. The amount of heat per unit mass transferred during change of state of the substance is called latent heat of the substance for the process. Latent heat എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, ഈ ചേഞ്ച് മാറുന്ന സമയത്ത് ഒരിക്കലും അവിടെ എന്തുണ്ടാവുന്നില്ല, ടെമ്പറേച്ചറിൽ ഡിഫറൻസ് ഉണ്ടാവുന്നില്ല. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് മുഴുവനും ചേഞ്ച് ഓഫ് സ്റ്റേറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാണ്. ദ എമൗണ്ട് ഓഫ് ഹീറ്റ് പെർ യൂണിറ്റ് മാസ്, 1 കിലോഗ്രാം മാസിൻ്റെ കാര്യം കൂടിയാണ് എന്നുള്ളത് ഓർക്കണം. 1 കിലോഗ്രാം മാസ് എടുത്തിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ ടെമ്പറേച്ചർ ഈ ചേഞ്ച് ഓഫ് സ്റ്റേറ്റിന് വേണ്ടി എത്ര ഹീറ്റാണോ ഉപയോഗിക്കുന്നത് അതിനെയാണ് നമ്മൾ ലേറ്റൻറ്റ് ഹീറ്റ് എന്ന് പറയുക. ഹീറ്റ് റിക്വയർഡ് ഡ്യൂറിങ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഹീറ്റ് ഓഫ്
transformation and the mass of the substance undergoing a change of state. മാസ് കൂടിയാൽ കുറേ ഹീറ്റ് കൊടുക്കേണ്ടി വരും കേട്ടോ, അപ്പോൾ അത് നടക്കില്ല. L is known as latent heat and it is characteristics of substance. ഓരോ സബ്സ്റ്റൻസ് അനുസരിച്ചാണ് latent heat ഉണ്ടാവുക. The value of L has all depend pressure. Its value is usually quoted at the standard atmospheric pressure. ഇനി latent heat fusion LF ഫ്യൂഷൻ. സോളിഡിൽ നിന്ന് ലിക്വിഡിനാവുന്ന കഴിഞ്ഞാൽ നമ്മൾ ഫ്യൂഷൻ എന്ന് പറയുക. ഫ്യൂഷൻ നടക്കുന്ന സമയത്ത് ടെമ്പറേച്ചറിന് ചേഞ്ച് ഉണ്ടാവില്ല, നമ്മൾ ആദ്യമേ പറഞ്ഞു. പക്ഷെ എന്ത് ചെയ്യും, ഒരു കിലോഗ്രാം സോളിഡ് ലിക്വിഡായിട്ട് മാറാൻ എത്ര ഹീറ്റാണോ വേണ്ടത് അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് വിളിക്കുക. ഹീറ്റ് ഫ്യൂഷൻ എന്ന് പറയാറുണ്ട്. ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ അത് അങ്ങനെ തന്നെ. ഒരു കിലോഗ്രാം ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മാറാൻ എത്ര ഹീറ്റാണോ വേണ്ടത് അതിനെയാണ് ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ LV എന്ന് നമ്മൾ പറയാം. ടെമ്പറേച്ചേഴ്സ് വേഴ്സ് ഹീറ്റ് ഫോർ വാട്ടർ അറ്റ് 1 atm പ്രഷർ. ടെമ്പറേച്ചറും ഹീറ്റും തമ്മിലുള്ള ഗ്രാഫ് നോക്കി നിങ്ങൾ. ബോയിലിംഗ് പോയിൻറ്റിലും മെൽറ്റിംഗ് പോയിൻറ്റിലും ടെമ്പറേച്ചർ കൂടുന്നുണ്ടോ? ഇല്ല. പിന്നീട് ഫുള്ളായിട്ട് വാട്ടറായി കഴിഞ്ഞിട്ട് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, കൂടുന്നുള്ളൂ കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കുക. സ്ലോപ്സ് ഓഫ് അതിന് ആ ഗ്രാഫിനെ കുറച്ച് കാര്യങ്ങൾ പറയാം. നിങ്ങൾ വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക കേട്ടോ. വായിച്ചോളൂ. ഇപ്പോൾ തന്നെ ഒന്ന് വായിച്ചു നോക്കുക. ഇത് സ്ക്രീനിൽ കാണുന്ന സാധനങ്ങൾ ഇപ്പോൾ തന്നെ പെട്ടെന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഗ്രാഫിലുള്ള നിങ്ങളെ കയ്യിൽ നോട്ടുണ്ടാവും, അതും കൂടി ഒന്ന് വെച്ചിട്ട് നോക്കുക. ഇനി ഒരു ക്വസ്റ്റ്യനാണ്, പ്രോബ്ലമാണ് അല്ലേ. വൈ ബേൺസ് ഫ്രം സ്റ്റീം ആർ യൂഷ്വലി മോർ സീരീസ് ദാൻ ദൂസ് ഫ്രം ബോയിലിംഗ് വാട്ടർ. നമ്മൾ സാധാരണ പറയുന്നൊരു വാക്കാണ് നീരാവി തട്ടിയിട്ട് ഒരാൾ എന്ത് ചെയ്തെന്നറിയോ, പുട്ടുണ്ടാക്കുന്ന സമയത്ത് പുട്ടും കുറ്റിയിൽ കൈയിട്ടു. പുട്ടും കുറ്റിയിലാണെങ്കിൽ ഭയങ്കര നീരാവിയായിരുന്നു. ആ നീരാവി തട്ടിയിട്ട്, വേപ്പർ തട്ടിയിട്ട് നമുക്ക് കൈ പൊള്ളുന്നതും തിളച്ച വെള്ളം തട്ടിയിട്ട് പൊള്ളുന്നതും നോക്കിക്കഴിഞ്ഞാൽ ഏതിനാണ് കൂടുതൽ ഡേഞ്ചർ? നീരാവി തട്ടിയിട്ട് പൊള്ളിയതാണ്. നീരാവിക്ക് നല്ലോണം ചൂടുണ്ടാവും. ഫോർ എ വാട്ടർ ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ LV എന്ന് പറയുന്നത് ഇത്രയാണ്. ദാറ്റ് ഈസ് ഹീറ്റ് ഈസ് നീഡഡ് ടു കൺവേർട്ട്. അതായത് 1 കിലോഗ്രാം വാട്ടർ സ്റ്റീമായിട്ട് മാറണമെങ്കിൽ 100 ഡിഗ്രി സെൽഷ്യസും കഴിഞ്ഞിട്ട് വീണ്ടും ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ടാണ് സ്റ്റീം ആവുന്നത്. ദിസ് വൈ ബേൺസ് ഫ്രം സ്റ്റീം ഈസ് യൂഷ്വലി, അത് അവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ് ഒരു പ്രോബ്ലമാണ്. വെൻ ഇത് വെച്ച് ഈക്വേഷൻ വെച്ച് ചെയ്യാനുള്ളതാണ്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കൂ. 0.15 kilogram of ice at 0 degrees Celsius mixed with 0.330 kilogram of water at 50 degrees Celsius in a container. The resulting temperature is 6.7 degrees Celsius. Calculate the heat of fusion of ice. ഇപ്പോൾ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത്, ചേഞ്ച് ഇൻ ഹീറ്റ് എന്ന് പറയുന്നത് ഇക്വേഷൻ ഏതാണ്? MS ഡെൽറ്റ T ആണ്. ഇവിടെ വാട്ടറിൻ്റെ കാര്യം നോക്കുക ആദ്യം. ഹീറ്റ് ലോസ് ബൈ വാട്ടർ എന്ത് ചെയ്തു? 50 ഡിഗ്രി സെൽഷ്യസിലായിരുന്നു. അത് എത്ര ആയിട്ട് മാറി? 6.7 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് ഉണ്ടല്ലോ. അപ്പോൾ എത്രയാണ് അതിൻ്റെ ടെമ്പറേച്ചർ ഡിഫറൻസ്? എം എത്രയാണ്? എം എന്ന് പറഞ്ഞാൽ മാസ്. ഓക്കെ, 0.3 ഇൻറ്റു എസ് ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഓഫ് വാട്ടർ എത്രയാണ്? 4186 ഇൻറ്റു ടെമ്പറേച്ചറിൽ എത്രയാണ് ചേഞ്ച് ഉണ്ടായത്? 50 - 6.7 ചെയ്യുമ്പോൾ നമുക്ക് കാൽക്കുലേറ്ററിൽ അടിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ വാല്യൂ കിട്ടി. അപ്പോൾ ഇതെന്താണ്? വാട്ടറിൻ്റെ ടെമ്പറേച്ചർ, അതായത് 50 ഡിഗ്രി സെൽഷ്യസ് ഉള്ളത് 6.7 ആവാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. ഇനി നമുക്ക് എന്തുണ്ട്? 0 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസ് 6.7 ഡിഗ്രി സെൽഷ്യസ് ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? ഐസ് ഉരുകണം. ഉരുകുന്നത് മെൽറ്റിംഗ് പോയിന്റിലാണ്. MLF അതാണ് മെൽറ്റിംഗ് പോയിന്റിൽ വെച്ച് ഉരുകാൻ വേണ്ട ടെമ്പറേച്ചർ ഹീറ്റിൻ്റെ എമൗണ്ട് കണ്ടെത്താനുള്ള ഇക്വേഷൻ. എം എത്രയാണ്? 0.15 ഇൻറ്റു LF. എത്രയാ ഐസിൻ്റെ? LF എത്രയെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. LF എന്ന് എഴുതി വെച്ചു. LF അറിയാത്തതുകൊണ്ട് കേട്ടോ അങ്ങനെ എഴുതി. ഇനി അങ്ങനെ നമുക്ക് ഉരുകിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 0 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടറാണ് ആദ്യം ഉണ്ടാവുക. പിന്നീട് അതെന്തായിട്ട് മാറും? 6.7 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 0 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ 6.7 ഡിഗ്രി സെൽഷ്യസിലേക്കുള്ള വാട്ടറായിട്ട് മാറണമെങ്കിൽ എത്ര ഹീറ്റ് വേണമെന്ന് അറിയാൻ MS വാട്ടർ അത് കൊടുക്കുക. അവിടെ കൊടുത്തു. 0.15 ഇൻറ്റു എസ് എത്രയാണ്? 4186 ഇൻറ്റു
ടെമ്പറേച്ചർ 6.7 മൈനസ് 0.0 ഡിഗ്രി സെൽഷ്യസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ വാല്യൂ കിട്ടി. അപ്പോൾ അവിടെ ഹീറ്റ് ലോസും ഹീറ്റ് ഗെയിനിടും ഈക്വൽ ആയിരിക്കണം. നമുക്ക് ടോട്ടൽ എത്ര ഹീറ്റ് ലോസ് ചെയ്തു എന്നുള്ളത് നോക്കുക. ആദ്യത്തേതിൽ നമുക്ക് എത്ര യൂസ് ഉണ്ട്? 54,376.14 അല്ലേ? ആ ഹീറ്റാണ് മൊത്തമായിട്ട് ലോസ് ചെയ്തത്. ഇനി എത്ര ഗെയിൻ ചെയ്തു എന്നുള്ളത് നോക്കുക. ഗെയിൻ ചെയ്തത് എന്താണ്? ആദ്യം മെൽറ്റ് ചെയ്യാൻ വേണ്ടത് 0.15 ഇൻറ്റു LFും പ്ലസ് അതും കൂടിയാണ്. അതിൽ നിന്നും LF സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ വാല്യൂ കിട്ടി. അതാണ് അവിടെ ഉള്ളത് കേട്ടോ. ഓക്കെ, ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഹീറ്റ് ട്രാൻസ്ഫറിനെ കുറിച്ചാണ് പറയുന്നത്. ദർ ആർ 3 ഡിസ്റ്റിങ്ക്റ്റ് മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യാൻ 3 മെത്തേഡുകളുണ്ട്. കണ്ടക്ഷന്, കൺവെക്ഷന്, റേഡിയേഷൻ. ഇതൊക്കെ ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചതാട്ടോ. കണ്ടക്ഷൻ എന്താ നോക്കിക്കോളൂ. കണ്ടക്ഷൻ ഈസ് ദ മെക്കാനിസം ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ബിറ്റ്വീൻ 2 അഡ്ജസൻറ്റ് പാർട്സ് ഓഫ് എ ബോഡി ബിക്കോസ് ഓഫ് ദെയർ ടെമ്പറേച്ചർ ഡിഫറൻസ്. ഒരു ബോഡിയുടെ കണ്ടക്ഷൻ എന്ന് പറയുന്നത് ഒരു ബോഡിയുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് മാറ്റമുണ്ടെങ്കിൽ, ഒരു ടെമ്പറേച്ചർ കുറഞ്ഞ ബോഡി ഉണ്ട്, ടെമ്പറേച്ചർ കൂടിയ ബോഡി ഉണ്ടാവും അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ഹീറ്റ് ട്രാൻസ്ഫർ നടക്കൽ അവിടെ നിന്ന് എങ്ങനെയാണ്? ഇത് രണ്ടും കൂടി ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ കണ്ടക്ഷൻ ഈസ് ദ മെക്കാനിസം ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ബിറ്റ്വീൻ 2 അഡ്ജസൻറ്റ് പാർട്ട് ഓഫ് ദ ബോഡി ബിക്കോസ് ഓഫ് ദെയർ ടെമ്പറേച്ചർ ഡിഫറൻസ്. രണ്ടും കൂടി ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? തണുത്ത ബോഡിയിൽ നിന്ന് ചൂടുള്ള ബോഡിക്കല്ല, ചൂടുള്ള ബോഡിയിൽ നിന്ന് തണുത്ത ബോഡിക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, അതാണ്. One of the metallic rod is heated and heat transferring take place by the conduction from the hot end of the rod the other end. ഒരു സ്പൂൺ എടുത്ത് കണ്ട് ഒരു ഭാഗം ചൂടാക്കിയാൽ മറ്റേ പിടിക്കുന്ന ഭാഗത്തേക്ക് ആ ചൂട് വരുമല്ലോ. റോഡിൻ്റെ അതർ എൻഡ്. ദ കൺസിഡർ എ മെറ്റാലിക് ബാർ ഓഫ് ലെങ്ത് L and uniform rod cross section A with its 2 ends maintained at a different. ഇതിനൊരു ഇക്വേഷൻ ഉണ്ടാക്കാട്ടോ നമ്മൾ. A metallic bar length L and uniform cross section A with its 2 ends maintained at a different temperature TC and TD. വെറുതെ TC വലുത് കൂടുതലാണെന്ന് വിചാരിച്ചോളൂ, TD കുറവാണ് ടെമ്പറേച്ചർ. ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റ് H ഈസ് പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ഡിഫറൻസ്. എല്ലാവർക്കും അറിയാലോ അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് വെച്ചു? പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ഡിഫറൻസ്. ആൻഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ തിക്കിനനുസരിച്ച് മാറും. ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്ത് കൂടിയാൽ പെട്ടെന്ന് എത്തുമോ? ഇല്ല. അപ്പോൾ അതാണ് അതിനൊരു ഇക്വേഷൻ ആക്കിയിട്ട് എഴുതിയതാണ്. K എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആണ്. ദ കോൺസ്റ്റൻ്റ് ഓഫ് പ്രൊപ്പോർഷനാലിറ്റി K ഈസ് കോൾഡ് തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് ദ മെറ്റീരിയൽ. ദ ഗ്രേറ്റർ വാല്യൂ ഓഫ് K ഫോർ എ മെറ്റീരിയൽ the more rapidly will it conduct heat. SI unit of K is joule per second meter Kelvin. ഇനി അതിൻ്റെ കുറച്ച് പോയിൻറ്റ്സുകളാണ്. ആ പോയിൻ്റ് കൂടി ഒന്ന് വായിച്ചു നോക്കാം. ഗ്യാസസ് ആർ പുവർ തെർമൽ കണ്ടക്ടേഴ്സ് വൈൽ ലിക്വിഡ് ഹാവ് കണ്ടക്ടിവിറ്റീസ് intermediate between solid and gas. Metals are good thermal conductors. Wood, glass, wool have small thermal conductivities. Some cooking pots have copper coating on the bottom, being a good conductor of heat. Copper promotes the distribution of heat over the bottom of the pot for a uniform cooking. Plastic forms, on other hand, a cooking insulator mainly because of they contain pockets of air. Houses made of concrete roof get very hot during summer days because thermal conductivity of the concrete is moderately high. Therefore, people usually prefer to give a layer of earth or foam insulation on the ceiling so that heat transfer is prohibited and keeps the room cooler. റൂം തണുപ്പിക്കാനുള്ള മെത്തേഡൊക്കെ പറഞ്ഞു അല്ലേ? ഓക്കെ, അതാണ് ഒന്നാമത്തെ മെത്തേഡ്. കണ്ടക്ഷൻ എന്ന് പറഞ്ഞ മെത്തേഡാണ്. രണ്ടാമത്താണ് കൺവെക്ഷൻ. കൺവെക്ഷൻ ഈസ് ദ മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ബൈ ആക്ച്വൽ മോഷൻ ഓഫ് മാറ്റർ. ഇറ്റ് ഈസ് പോസിബിളി ഓൺലി ഇൻ ഫ്ലൂയിഡ്. ഫ്ലൂയിഡിൽ മാത്രം നടക്കാൻ പറ്റുന്നതാണ് എന്ത്? കൺവെക്ഷൻ എന്ന് പറഞ്ഞ മെത്തേഡ്. കൺവെക്ഷൻ ക്യാൻ ബി നാച്ചുറൽ ഓർ ഫോഴ്സ്ഡ്. നാച്ചുറൽ കൺവെക്ഷൻ. ഇൻ നാച്ചുറൽ കൺവെക്ഷൻ ഗ്രാവിറ്റി പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട്. When a fluid is heated from below, the hot part expands and therefore become less dense. Because of buoyancy, it rises and upper colder part and replace it. This again get heated and rise up and it is replaced by the.
അതായത് വെള്ളമൊക്കെ ചൂടാക്കുമ്പോഴേ അടിയിൽ പാത്രത്തിൻ്റെ അടിയിലല്ലേ പെട്ടെന്ന് ചൂടാവുക. ചൂടായ വാട്ടറിൻ്റെ ഡെൻസിറ്റി എന്ത് ചെയ്യും? കുറയും. അപ്പോൾ അത് മുകളിലേക്ക് വരും. അപ്പോൾ അടിയിലുള്ള വാട്ടർ വീണ്ടും ചൂടാവും. അപ്പോൾ അത് വീണ്ടും മുകളിലേക്ക് അങ്ങനെ ചൂടാവുന്ന ഇങ്ങനെ മുകളിലേക്ക് വരികയാണ് ചെയ്യുക. സീ ബ്രീസ്, ലാൻഡ് ബ്രീസ്, ട്രൈഡ് വിൻഡ് ഇതൊക്കെ അതിന് എക്സാമ്പിളാണ്. സീ ബ്രീസ് എന്താണെന്ന് പറയുന്നുണ്ട്, ലാൻഡ് ബ്രീസ് എന്താണെന്ന് പറയുന്നത് ഒന്ന് വായിക്കാം കേട്ടോ. നിങ്ങൾ SS പണ്ടൊക്കെ 10ാം ക്ലാസ്സിൽ കുറേ പഠിച്ചതാട്ടോ അതൊക്കെ. ഒന്ന് വായിച്ചു നോക്കും. ട്രൈഡ് വിൻഡ്. ഓക്കെ. ഇനി ഫോഴ്സ്ഡ് കൺവെൻഷൻ. ഇൻ ഫോഴ്സ്ഡ് കൺവെൻഷൻ മെറ്റീരിയൽ ഈസ് ഫോഴ്സ്ഡ് ടു മൂവ് എ പമ്പ് ഓർ ബൈ സം അതർ ഫിസിക്കൽ മീൻസ്. ഫോഴ്സ്ഡ് എയർ ഹീറ്റിംഗ് സിസ്റ്റം ഇൻ ഹോം, ദി ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റം, ദ കൂളിംഗ് സിസ്റ്റം ഓഫ് ഓട്ടോമൊബൈൽ എൻജിൻ. ഇതൊക്കെ എന്താണ്? ഫോഴ്സ്. നമ്മൾ പുറത്തുനിന്ന് ഒരു ഫോഴ്സ് കൊടുത്തിട്ടുള്ള പരിപാടിയാണ്. മൂന്നാമത്തെ മെത്തേഡ് റേഡിയേഷൻ ആണ്. ഇൻ ദ മെക്കാനിസം ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ വിച്ച് ബോഡി ഡസ് നോട്ട് റിക്വയർ എ മീഡിയം ഈസ് കോൾഡ് റേഡിയേഷൻ. അതായത് ചൂട് റേഡിയേഷൻസ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ എർത്ത് ഫ്രം ദ സൺ ത്രൂ ദ എംപ്റ്റി സ്പേസസ്. റേഡിയേഷൻ നമുക്കറിയാം, സണ്ണിൽ നിന്നും നമ്മളെ ഭൂമിയിലേക്ക് ചൂട് വരുന്നുണ്ട് അല്ലേ. അവിടെ എയറിലൂടെ ഒന്നുമല്ല വരുന്നത്, എയറിൻ്റെ മുകളിലേക്ക് സ്പേസിലൂടെയൊക്കെ ഇത് കടന്നു വരുന്നുണ്ട്. അതിനർത്ഥം ഹീറ്റ് ട്രാൻസ്ഫറിങ് ഈസ് ടേക്ക് പ്ലേസ് ത്രൂ എംപ്റ്റി സ്പേസിലൂടെയൊക്കെ വരുന്നുണ്ട്. അത് റേഡിയേഷൻസ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. ബ്ലാക്ക് ബോഡി അബ്സോർബ് ആൻഡ് എമിറ്റ് റേഡിയൻറ്റ് എനർജി ബെറ്റർ ദാൻ ദ ബോഡീസ് ഓഫ് ലൈറ്റർ കളർ. ബ്ലാക്ക് ബോഡീസാണ് എന്ത് ചെയ്യുക? കറുത്ത കളർ. ചൂടുകാലത്ത് കറുത്ത ഡ്രസ്സ് ഇടരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഈ ബ്ലാക്ക് ബോഡീസിന് എന്തുണ്ട്? ഹീറ്റിനെ അബ്സോർബ് ചെയ്യും, പെട്ടെന്ന് അബ്സോർബ് ചെയ്യും. അതുകൊണ്ടാണ് കേട്ടോ. ദിസ് ഫാക്ട് ഫൈൻഡ് മെനി അപ്ലിക്കേഷൻ ഇൻ യുവർ ഡെയിലി ലൈഫ്. നോക്കി, അത് വായിച്ചോളൂ. ബ്ലാക്ക് ബോഡീസ് അബ്സോർബ് ചെയ്യും എന്നുള്ളതിൻ്റെ കാരണം കൊണ്ട് ഉണ്ടാകുന്ന അപ്ലിക്കേഷൻസ് ആണ്. വായിച്ചോളൂ കേട്ടോ. പ്രിൻസിപ്പിൾസ് ഓഫ് തെർമോ ബോട്ടിൽ, ബ്ലാക്ക് ബോഡി. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാപ്റ്റർ തീർന്നു. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് തെർമോ ബോട്ടിൽസ്. തെർമോസ് ബോട്ടിൽ ഈസ് എ ഡിവൈസ് ടു മിനിമൈസ് ഹീറ്റ് ട്രാൻസ്ഫർ ബിറ്റ്വീൻ ദ കണ്ടൻറ്റ് ഓഫ് ദ ബോട്ടിൽ ആൻഡ് ഔട്ട്സൈഡ്. നമുക്കറിയാം ഫ്ലാസ്ക് എന്ന് പറയില്ലേ, അതാണ് സംഭവം. നമ്മളെ പെട്ടെന്ന് തണുക്കാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതിനാണ് പ്രിൻസിപ്പൽ തെർമോ ബോട്ടിൽസ് എന്ന് പറയുക. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഡബിൾ വാൾഡ് ഗ്ലാസ് വെസൽ വിത്ത് ദ ഇന്നർ ആൻഡ് ഔട്ടർ വാൾ കോട്ടഡ് വിത്ത് സിൽവർ കൊണ്ട് കോട്ടിങ്ങൾ ഫ്ലാസ്കിനുള്ളിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ. പൊട്ടിയ ഫ്ലാസ്ക് ഒക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ കാണാം. 2 ഗ്ലാസ് വെസൽസ് ഉണ്ടാവും, അതിനിടയിൽ സിൽവർ കോട്ടിംഗ് ഉണ്ടാവും. റേഡിയേഷൻസ് ഫ്രം ദ ഇന്നർ വാൾസ് ഈസ് റിഫ്ലക്റ്റഡ് ബാക്ക് ഇൻ ടു ദ കണ്ടൻറ്റ് ഓഫ് ദ ബോട്ടിൽ. ദ ഔട്ടർ വാൾ സിമിലർലി റിഫ്ലക്റ്റ് ബാക്ക് ആൻഡ് incoming radiations. The space between the walls is evacuated to reduce conduction and convection losses. And the flask is supported on an insulator like cork. The device is therefore useful for preventing hot content from getting cold. Alternatively, to store cold content. Black body എന്താണെന്നുള്ളതാണ് an object that absorbs all radiations falling on it is wavelength. All wavelength is called a black body. A black body also emit radiations of all possible wavelength. ബ്ലാക്ക് ബോഡി എന്ന് പറഞ്ഞാൽ എല്ലാ റേഡിയേഷൻസിനെ അബ്സോർബ് ചെയ്യുന്ന സാധനങ്ങളെയാണ് ബ്ലാക്ക് ബോഡി എന്ന് പറയുക. ബ്ലാക്ക് ബോഡി റേഡിയേഷൻസിനെ കുറിച്ചാണ്. ദ റേഡിയേഷൻ എമിറ്റഡ് ബൈ ബ്ലാക്ക് ബോഡി ആർ കോൾഡ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻസ്. ദ വേരിയേഷൻസ് ഓഫ് എനർജി എമിറ്റഡ് ബൈ എ ബ്ലാക്ക് ബോഡി വിത്ത് വേവ്ലെങ്ത് ഇറ്റ് ഈസ് ഷോൺ ഇൻ ഫിഗർ. നോക്കട്ടോ, ബ്ലാക്ക് ബോഡി എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ സാധാരണ പറയാറുള്ളത് ഈ സണ്ണൊക്കെ അവസാനം ബ്ലാക്ക് ബോഡി ആയിട്ട് മാറുമെന്ന് പറയുന്നുണ്ട്. സണ്ണും അതുപോലെ നക്ഷത്രങ്ങളൊക്കെ ബ്ലാക്ക് ബോഡി ആയിട്ട് കുറേ കാലം കഴിയുമ്പോൾ അത് ബ്ലാക്ക് ബോഡി ആവത്രേ. വീൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ, ഒരു ലോയ 2-3 ലോ കൂടി നമുക്ക് പറയാനുണ്ട്, അതുകൂടി നോക്കുക. അതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ ചാപ്റ്റർ ഏറെക്കുറെ തീരുമാനമായി. വീൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ. ദി വീൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലാംഡ എം ഫോർ വിച്ച് എനർജി എമിറ്റഡ് ബൈ എ ബ്ലാക്ക് ബോഡി ഇസ് മാക്സിമം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ഈസ് നോൺ ആസ് വീൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ. അതായത് ബ്ലാക്ക് ബോഡി എമിറ്റ് ചെയ്യുന്ന വേവ് ലെങ്ത്തും എനർജി എമിറ്റഡ് ബൈ ദ ബ്ലാക്ക് ബോഡി ഈസ് ദ മാക്സിമം 1/T delta lambda m t is a constant. This is called Wien's constant and its value is okay. Stephen Boltzmann law. അതും കൂടി നോക്കുക. The energy emitted by a perfect radiator black body. Perfect radiator എന്ന് പറയുന്നത് ബ്ലാക്ക് ബോഡിയാണ്. Per unit time is given by H is equal to A rho A sigma
T⁴. This is called Stephen's Boltzmann law. A is the area of the body, T is the temperature of the body, sigma is the Stephen Boltzmann constant. സിഗ്മയുടെ വാല്യൂ തന്നിട്ടുണ്ട്. If the body is not a perfect radiator അല്ലെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. E is the emissivity, the ability of to radiate. For a perfect radiator, emittivity is equal to 1. If T is a temperature of the body, Ts is the temperature of the surrounding, and then the rate of loss in radiant energy. Equations ഒക്കെ ഒന്ന് കാണാതെ പഠിച്ചു വെക്കണം കേട്ടോ. വായിക്കും കൂടി ചെയ്യാം, സാവധാനം വായിക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഗ്രീൻ ഹൗസ് എഫക്റ്റ്. നിങ്ങൾ തന്നെ വായിച്ചോളൂ, ഞാനായിട്ട് വായിച്ചു തരുന്നില്ല, നിങ്ങൾ തന്നെ വായിക്കട്ടോ. ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്താണെന്നുള്ളത്. വായിച്ചില്ല. എർത്ത് സർഫേസ് റേഡിയേറ്റ് എനർജി അബ്സോർബ് ഫ്രം ദ സൺ. നിങ്ങൾ വായിച്ചതിൻ്റെ ഒരു ആകത്തുക എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എർത്ത് എന്ത് ചെയ്യുന്നുണ്ട്, സൂര്യനിൽ നിന്ന് വരുന്ന റേഡിയേഷനെ അബ്സോർബ് ചെയ്യും, എന്നിട്ട് അതിനെ റിഫ്ലക്റ്റ് ചെയ്യും. ഈ റിഫ്ലക്റ്റ് ചെയ്യുമ്പോഴാണ്, റിഫ്ലക്റ്റ് ചെയ്യുന്നത് എന്തായിട്ടാ, ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് ആയിട്ട് റിഫ്ലക്റ്റ് ചെയ്യും. ഈ ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് ആണ് ചൂടിന് കാരണമായിട്ടുള്ളത്. അത് സാധാരണഗതിയിൽ എന്ത് ചെയ്യുന്നറിയോ, അത് അറ്റ്മോസ്ഫിയറിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് പോകും. പക്ഷേ കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേന്, അവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ, ക്ലോറോഫ്ലോറോ കാർബൺ, ഇതൊക്കെ എന്ത് ചെയ്യും, ഈ പറഞ്ഞ ഇൻഫ്രാറെഡ് റേഡിയേഷൻസിനെ അബ്സോർബ് ചെയ്ത് വെക്കും. അതായത് പുറത്തേക്ക് പോകാൻ സമ്മതിക്കില്ല. അപ്പോൾ ഈ ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് ഒക്കെ ഭൂമിയിൽ ഇങ്ങനെ തങ്ങി നിൽക്കും. ഭൂമിയുടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ഭൂമിയുടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുക. വിത്തൗട്ട് ഗ്രീൻ ഹൗസ് എഫക്റ്റ് എർത്ത് അറ്റ്മോസ്ഫിയർ വുഡ് ഹാവ് ബീൻ -18 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ഇത്രയും തണുപ്പായിരിക്കും എന്നർത്ഥം. അതിൻ്റെ ഡിമെറിറ്റും കൂടി വായിച്ചോളൂ കേട്ടോ. നെക്സ്റ്റ് ആണ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് സേസ് ദാറ്റ് rate of loss of heat rate of cooling of a body is proportional to difference of temperature of the body and the surrounding. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, കൂടുതൽ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതിൽ കൂടെ പാസ് ചെയ്യുന്ന ഹീറ്റ്, നല്ലോണം കുറേ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും ആണല്ലോ. ടെമ്പറേച്ചർ ഡിഫറൻസ് കുറവാണെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫറും കുറവായിരിക്കും. ഇതാണ് ന്യൂട്ടണും പറഞ്ഞിട്ടുള്ളൂ. കർവ് ഷോയിങ് ദ കൂളിംഗ് ഓഫ് ഹോട്ട് വാട്ടർ വിത്ത് ടൈം. ഒരു ഹോട്ട് വാട്ടറിൻ്റെ കൂളിംഗ് ടൈമാണ് കാണിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഇത്രയാണ് മക്കളെ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇതോടുകൂടി നമ്മൾ എന്ത് കഴിഞ്ഞു, ഈ ചാപ്റ്റർ എന്തായി, കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പോൾ ഇനി എന്ത് ചെയ്യുക, ഈ നോട്ട് കറക്റ്റായിട്ട് ഇരുന്ന് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ ഇത് ക്വസ്റ്റ്യൻ ചോദിക്കലുണ്ടാകും. ഓൺലൈനാണെന്ന് വിചാരിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കലൊന്നും ഉണ്ടാവാതിരിക്കില്ല കേട്ടോ. എന്തായാലും ക്വസ്റ്റ്യൻ ചോദിക്കും, ശരിക്കും ഇരുന്ന് പഠിക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.